എൽത്തുരുത്ത് പള്ളിയെക്കുറിച്ച് ഞങ്ങൾക്കും ചിലത് പറയുവാനുണ്ട്. തൃശൂർ അതിരൂപതയുടെ പരിധിയിലുള്ള എൽത്തുരുത്ത് സെയിൻറ് മേരീസ് പള്ളിയിൽ അടുത്തയിടെ നടന്ന സംഭവവികാസങ്ങളെക്കുറിച്ച് ഞങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്ത നൽകിയിരുന്നു. ആ ഇടവകാംഗമാണ് ഈ വിഷയത്തിൽ തങ്ങൾക്കും ചിലത് പറയുവാനുണ്ട് എന്ന് പറഞ്ഞു വിളിച്ച ഗിൽബർട്ട് ഡേവിഡിന്റെ വാക്കുകൾ കേൾക്കുക. എന്റെ പേര് ഗിൽബർട്ട് എന്നാണ്. ഞാൻ എൽത്തുരുത്തുള്ള ഒരാളാണ്. ഞാൻ ഉദ്ദേശിച്ചാണ്ട് വീഡിയോ കണ്ടു, വളരെ നന്നായി ചെയ്തിട്ടുണ്ട്. അപ്പോ എന്റെ ഒരു ഇതുള്ളൂ, ചേട്ടൻ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന ഒരാള് വാർത്ത ഇത് ചെയ്തു. അപ്പൊ അതില് ഇപ്പോ നമ്മളൊരു കാര്യം ഇപ്പോ ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കുമ്പോ അതിൽ തന്നെ പറയണ്ടല്ലോ. ഇപ്പൊ നമ്മുടെ ചക്രമക്കിലച്ചനായാലും അതിലെ കൈക്കാരന്മാരായാലും ഇവരും പറയുന്നുണ്ട് വേറൊരു വിഭാഗം അവിടെ ഉണ്ട്. അവര് രൂപതയ്ക്ക് അല്ലെങ്കിൽ ഈ ആശ്രമത്തിനെതിരായിട്ടോ അല്ലെങ്കിൽ ഇടവയ്ക്കെതിരായിട്ടോ പ്രവർത്തിക്കുന്നുണ്ടെന്നോ, അല്ലെങ്കിൽ ഇടവയ്ക്കെതിരെന്ന് പറയാൻ പറ്റില്ല, അവരാണല്ലോ ഇപ്പൊ ഇടവക്കാരെന്ന് പറയണത്. ഇപ്പൊ വികാരിയും കാര്യങ്ങളൊക്കെ വേറെ വിഭാഗം എന്ന് പറയുന്ന ആൾക്കാരാണല്ലോ. അദ്ദേഹം പറയുന്ന ഒരു 75% ആൾക്കാർ ഇവരുടെ കൂടാണ്, 25% ഉണ്ടെന്ന് പറയുന്നു. ശരി. ഇപ്പൊ 75% ഇപ്പൊ അവര് പറയണത് ഇപ്പൊ മറ്റുള്ള വിഭാഗത്തെ ആൾക്കാരോട് സംസാരിച്ചാൽ അവരും പറയുമ്പോ 75% ഞങ്ങളുടെ ഒപ്പമാണ്. അത് എന്തായാലും ആവട്ടെ. അപ്പൊ അതൊരു വോട്ട്. അതിന് വിപരീതമായ എന്താണ് പറയാനുള്ളത്? താങ്കൾ ആ ഒരു വിഭാഗത്തെ റെപ്രസെന്റ് ചെയ്യുന്നു ഞാൻ മനസ്സിലാക്കുന്നു. അതായത് ഞാൻ ഒരു ഭാഗത്തെ എന്നല്ല, നമ്മളൊരു സിസ്റ്റം അല്ലെങ്കിൽ ഒരു സംവിധാനത്തിൽ നിൽക്കുമ്പോ അതിന് മേലധികാരി ഒന്ന് അവർ ആ പറഞ്ഞ 3 പേരും പറഞ്ഞതിനെ അനുകൂലിക്കുവാണോ, അതിൽ നിന്നും വ്യത്യസ്തമായ അഭിപ്രായമാണോ താങ്കൾക്ക്? അല്ല, ഞാൻ അനുകൂലിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതില് 2-3 കാര്യങ്ങള്, അതായത് ചേട്ടൻ ചെയ്ത ഒരു പ്രവൃത്തിയില് 2-3 കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചാൽ കുറച്ചുകൂടി നന്നാകുമായിരുന്നു എന്നാണ് ഞാൻ പറയണത്. അവര് വേറെ വിഭാഗം ഉണ്ടെന്ന് പറയുമ്പോൾ ആ വിഭാഗത്തിലെ ആരെങ്കിലും ആയിട്ട് ഇപ്പൊ ഒഫീഷ്യലായിട്ട് അംഗീകരിച്ച കൈക്കാരന്മാർ കൂടി ഉണ്ട്. ഇപ്പൊ ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്താക്കിയ കൈക്കാരന്മാര്, ഒരാളെ തന്നെ പുറത്താക്കിയതാണ് രൂപതയെന്ന്. ഒരു ക്രൈസ്തവ സമൂഹമാണെങ്കിലും ഒരു ഭരണസമിതിയെ തെരഞ്ഞെടുക്കുന്നത് ആ പള്ളിയിലെ ഇടവക്കാർ ചേർന്ന. അതെ. അന്നേരം ആ തെരഞ്ഞെടുക്കപ്പെട്ട ഭരണസമിതിയെ ഏകപക്ഷീയമായി സഭാധ്യക്ഷനാണെങ്കിലും അവർക്ക് ചെയ്യാനുള്ള അധികാരമുണ്ടോ? ഞാൻ ഒരു കാര്യം പറയാം. നമ്മളിപ്പോ ഒരു നിൽക്കുമ്പോ അല്ലെങ്കിൽ ഒരു കോളേജിലോ എവിടെയും നിൽക്കുമ്പോ അവിടെയുള്ള മേലധികാരികൾ പറയണത് അനുസരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണോ? ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ അല്ലെ ഒരു സംവിധാനത്തിൽ 2 നിയമങ്ങളുണ്ട്. ഒന്ന് ആ രാജ്യത്തിന്റെ ലോ ഓഫ് ദ ലാൻഡ് ഉണ്ട്, ആ പർട്ടിക്കുലർ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഉണ്ട്. ശരി. ക്രൈസ്തവ സഭകളാണെങ്കിൽ 2 ഉണ്ട്, കാനൂൺ നിയമമുണ്ട്, ലോ ഓഫ് ദ ലാൻഡും ഉണ്ട്. ഇതിപ്പോ കാനൂൺ നിയമം സഭാഭരണത്തെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ പോലെ കാനൂൺ നിയമങ്ങൾ ഏതാണ്ട് ആപ്ലിക്കബിൾ ആണ്. എന്നാൽ അത് മറ്റു ചില കാര്യങ്ങളിലൂടെ വരുമ്പോഴത്തേക്കും ആ നാട്ടിലെ നിയമവാഴ്ചയും ആ രാജ്യത്തെ ഭരണഘടന നൽകുന്ന വിഭാവനം ചെയ്യുന്ന ചില കടമകളും ഉത്തരവാദിത്തങ്ങളും ഉണ്ട്. നമ്മുടെ സംസ്ഥാനത്തെ നീതിന്യായ വ്യവസ്ഥകളെല്ലാം ആ ഒരു രീതിയിലായിരിക്കും നോക്കുന്നത്. സാധാരണക്കാരൻ എന്ന രീതിയിൽ ഇടവക സംവിധാനത്തിൽ നിൽക്കുമ്പോ ഇപ്പൊ ചേട്ടൻ പറയണ അവരെന്നെ പറയണ വേറൊരു വിഭാഗം ഉണ്ടെന്ന്. വേറൊരു വിഭാഗം ഉണ്ട് എന്ന് പറയുമ്പോൾ അതില് എന്തെങ്കിലും ശരിയോ തെറ്റോ ഉണ്ടാവില്ലേ? ഇപ്പൊ വേറൊരു വിഭാഗം ഉണ്ടാവണമെങ്കിൽ അവർക്ക് അവരുടേതായ ചില ന്യായങ്ങളുണ്ടാവും. തീർച്ചയായിട്ടും ന്യായങ്ങളുണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തെറ്റുകളോ ഇല്ലാണ്ട് ഒരു ഇവരില് വെറുക്കപ്പെടുന്ന എന്തെങ്കിലും ഉണ്ടാവാം. ഞാൻ ഇത് സിമ്പിളായിട്ട് ഇത്ര പറയാനുള്ളൂ ഞാൻ ചേട്ടനോട്. ചേട്ടൻ ഇപ്പോ ചക്രമംഗലച്ചന്റെ ആയാലും ഇപ്പൊ ആൾ ഓൾറെഡി രാജിവെച്ച ഒരു ആളാണ്. ഇപ്പൊ ഇതിന്റെ അധികാരങ്ങളൊന്നുമില്ല, അങ്ങനത്തെ ഒരാളാണ്. ഇപ്പൊ ഇടവകയായിട്ട് ഒരു ബന്ധം ഇല്ലാണ്ട് നിൽക്കുന്ന ഒരു വ്യക്തി. ഇപ്പൊ ആള് ഇന്റർവ്യൂല് പറയണത് കേൾക്കുമ്പോൾ എന്നെ പോലുള്ളവർക്ക് മനസ്സിലാക്കി എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു അച്ഛൻ വന്നിട്ട് ഈ ഒരു പിതാവിനെ, അതായത് അവരുടെ മേലധികാരിയായിട്ട് ഇരിക്കുന്ന ആളെ ഇത്രയും തരം താത്തി സംസാരിക്കണമെങ്കിൽ അപ്പൊ ആളുടെ നിലവാരം എന്താണെന്നുള്ളത് എന്നെ പോലുള്ളവർക്ക് മനസ്സിലാക്കാം. അങ്ങനെ ആളത് പറയുമ്പോൾ ആളുടെ നിലവാരം എവിടെ നിൽക്കണു? ഇത്ര സീനിയർ ആയിട്ടുള്ള ഒരു അച്ഛൻ അവരുടെ ഒരു സഭേനെ അല്ലെങ്കിൽ ഒരു മേലധികാരികളെ ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ, അതായത് ഇത് എല്ലാവരും മുമ്പിൽ കേൾക്കാൻ വേണ്ടിയിട്ടാണ് പറയണത്. അപ്പൊ ആളത് എവിടെ നിൽക്കണു? ആൾക്ക് ആളോട് വ്യക്തിവൈരാഗ്യം ഉണ്ടോ? എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയണെന്നുള്ളത് ഇപ്പൊ ഞങ്ങളെ പോലുള്ളവർക്ക് മനസ്സിലാക്കാം. അപ്പൊ ഈ ചേട്ടൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യസന്ധമാണെന്നാണോ ചേട്ടൻ പറയണത്? 101% സംശയം. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഒന്ന്, ഈ വൈദികം പറഞ്ഞിട്ട് അവിടുത്തെ ജനങ്ങൾ മുഴുവൻ, നല്ല ശതമാനം ജനങ്ങൾ മുഴുവൻ അദ്ദേഹത്തോടൊപ്പമാണെങ്കിൽ ഈ പരിപാടിയെ തിരസ്കരിക്കണമെന്ന് ഇവർ ആഹ്വാനം ചെയ്തിട്ട് അതിനെ പുല്ല് വില പോലും കൽപ്പിക്കാതെ ഈ വൈദികൻ പറഞ്ഞത് അനുസരിക്കുന്നുണ്ടെങ്കിൽ, ഇപ്പോഴും അദ്ദേഹം പറയുന്ന പോലെ തന്നെ കാര്യങ്ങളെല്ലാം സക്സസ് ആയിട്ട് പോകുന്നുണ്ടെങ്കിൽ അയാൾ തീരെ മണ്ടനാണോ? അതെ, 100%. ഞാൻ ചേട്ടനോട് തുടക്കത്തിലുള്ള കാര്യം പറയാം. 47 കൊല്ലം മുമ്പ് അർണാട്ടര ഇടവകയെന്ന് ഈ ദൂരം കൂടുതൽ കാരണം നമ്മള് വേറെ ഒരു പള്ളി പണിയാൻ അപ്പോഴത്തെ സിറ്റുവേഷനിൽ 100ഓളം വീടുകാരുള്ളൂ. വേറെ പള്ളി പണിയാനായിട്ട് സാമ്പത്തിക സ്ഥിതി ഇല്ലാത്ത കാരണം ഇവിടെ ഒരു ആശ്രമ പള്ളി ഉണ്ടായിരുന്നു. അപ്പൊ അവരോട് നമ്മളെ നോക്കാൻ പറഞ്ഞിട്ട് രൂപത ഈ ആശ്രമ പള്ളിനെ ഏൽപ്പിച്ചു 47 കൊല്ലം മുമ്പ്.
ഈ താൽക്കാലിക സംവിധാനമാണ് ഇത്. അതായത് സ്വതന്ത്ര പള്ളി നമുക്ക് ഉണ്ടാക്കാൻ കഴിയുന്നത് വരെ നിങ്ങൾ തൽക്കാലം ഈ പള്ളി ഉപയോഗിക്കുക, ഇടവക പള്ളിയായിട്ട്. ഈ 47 കൊല്ലം കൊണ്ട് സിമ്പിൾ ആയിട്ടൊരു ചോദ്യമാണ്, അവരുടെ കീഴിൽ നിന്നിട്ട് എന്താണ് ഇടവകയ്ക്ക് ഉണ്ടാക്കാൻ പറ്റിയതെന്നൊന്നും നിങ്ങൾക്ക് ഒന്ന് വെറുതെ ഞാൻ പറഞ്ഞ ഈ ചോദ്യം പോലെ എഴുതി വെച്ചോ, അവരോട് തന്നെ ചോദിച്ചാൽ മതി. ഞാൻ ഈ ഇടവകയിൽ വന്നിട്ട് ഒരു 10-16 കൊല്ലമായിട്ടുള്ളൂ. എന്താ കാരണം എന്ന് വെച്ചാൽ ഞാൻ സ്വതന്ത്ര ഇടവകയിൽ നിന്ന് വന്നിട്ടുള്ള ഒരാളാണ്. അപ്പൊ എനിക്ക് ഇവിടെ നിൽക്കുന്ന സംവിധാനങ്ങളില് ഞാൻ പറയുന്ന ഒരു കാര്യമാണത്. അതായത് 47 മുമ്പ് വന്നിട്ട് ഇവിടെ വന്ന് നോക്കുമ്പോ ഇത്ര കൊല്ലം നിന്നൊരു ഇടവകയില് സാമ്പത്തികമായിട്ടൊന്നുമില്ല, സ്വത്തെന്ന് പറഞ്ഞിട്ടൊന്നുമില്ല, ഇടവകയ്ക്ക് വരുമാനം കിട്ടുന്ന ഒരു സംവിധാനങ്ങളും ഇല്ല. ഏത് പള്ളിയെടുത്തോ ഒരു 10 കൊല്ലം 15 കൊല്ലം മുമ്പ് സ്വതന്ത്രമായിട്ട് ഇടവക ആയി പോയ പള്ളികളിൽ നോക്കിയോ വികസനം. ഞാൻ പറയണത് ഇവിടെ ഇപ്പോ അതിന്റെ ഒരു ബുദ്ധിമുട്ടാണ് ഇപ്പൊ ജനങ്ങൾ അനുഭവിച്ച. ഒരു ദിവസം കൊണ്ട് ബുദ്ധിമുട്ട് ഈ പറയുന്ന ഈ ആൻഡ്രൂസ് പിതാവിനെ കൊണ്ടും ഈ പുതിയ ജോയ് പുത്തൂരിനെ കൊണ്ടുമാണ് ബുദ്ധിമുട്ടെന്നല്ലേ ജനങ്ങൾ പറയുന്നത്. ജനങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ, അവരില് കുറച്ച് ആൾക്കാര്. ഞാനൊരു കാര്യം പറയണത്, ചേട്ടൻ ഇത് ചെയ്യുമ്പോൾ മറുവിഭാഗം എന്ന് പറഞ്ഞവരോട് വന്നിട്ട് കാര്യങ്ങൾ അന്വേഷിക്കായിരുന്നു. ഒരു വിഭാഗം ഇവിടെ ഇരുന്നിട്ട് വിരുദ്ധ അഭിപ്രായമല്ല ഞാൻ പറയണത്, റിയൽ ആയിട്ടുള്ള കാര്യങ്ങളാ. അതിന് ഉത്തരങ്ങൾ അവരെ കൊണ്ട് തന്നെ പറയിപ്പിച്ചാൽ മതി. ഈ പറഞ്ഞ ചോദ്യം ചോദിച്ചാൽ മതി. ഞങ്ങളെ സംബന്ധിച്ച് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടത്തെ ഒരു കാര്യങ്ങളും ഇവിടെ നടക്കുന്ന കാര്യങ്ങളും ഇവിടുത്തെ തെറ്റുകളും പുറലോകം അറിയരുത്, ഇതിന്റെ ഉള്ളിൽ അവസാനിക്കണമെന്ന് ആഗ്രഹിച്ച് മാത്രം നിൽക്കണ ഈ ഇടവക സ്വന്തമായി നല്ല രീതിയിൽ പോകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളും ആ ഒരു വിഭാഗമാണ്. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇതിനൊക്കെ മുമ്പ് തന്നെ ഇവിടെ നടക്കുന്ന കൊള്ളാരിതമകൾ വാർത്തകളിലാക്കായിരുന്നു. ഇപ്പൊ ഈ ആശ്രമം ഈ ഇടവകോട് ചെയ്ത കാര്യങ്ങളും ഒക്കെ നമുക്ക് വാർത്തകളിലാക്കായിരുന്നു. അങ്ങനെ ഒരു താല്പര്യം ഞങ്ങൾക്കില്ല. ചാനലുകളിലേക്ക് കൊടുക്കാൻ താല്പര്യമില്ല, വാർത്ത ആക്കാൻ താല്പര്യമില്ല, ബിഷപ്പേഴ്സ് ഉപരോധിക്കാൻ താല്പര്യമില്ല. ഇതൊന്നും ഞങ്ങൾക്കില്ല. ഇവിടെ ഈ ആശ്രമം തന്നെ ഉപരോധിച്ച് ഇവരെ അങ്ങോട്ട് കടത്താണ്ടാക്കായിരുന്നു. ഞാൻ ഇത്രേ ഉദ്ദേശിക്കണുള്ളൂ. ഇതൊന്ന്. പിന്നെ 80% ആൾക്കാര് അവരുടെ ഒപ്പം ഉണ്ടെന്ന് പറയണം. ഇതിനു മുമ്പ് ഇപ്പൊ അവര് കാണിച്ചത് ഊട്ടുതിരുന്നാളുടെ ഒരു കാര്യമാണ് പറഞ്ഞിട്ടാണ് ചേട്ടന് കാണിച്ചിട്ടുണ്ടാവുക അല്ലെ? ഈ ഊട്ടുതിരുന്നാൾ എന്ന് പറഞ്ഞത് ആശ്രമം കൈയൊഴിഞ്ഞത് ആൾ തന്നെ പറഞ്ഞിട്ടില്ല. ആശ്രമം നടത്തിയിട്ടില്ല, കൊടിയേറ്റം നടത്തിയിട്ടില്ല. ഒരു സംഘടന അല്ലെങ്കിൽ വന്ന് ഒരു ഊട്ടുതിരുന്നാൾ നടത്തി. അത് ഇടവകയിലായിട്ട് അംഗീകരിച്ച് പോരുന്ന് മാത്രമാണ് ചോദിച്ചാൽ പറഞ്ഞിട്ടുള്ളൂ. അത് ഒരു ഇടവക വികാരി എന്നുള്ള രീതിയിൽ പറയണതാണ്. ഇടവക അംഗീകരിച്ച് പോരുന്നു. ഇതിനു മുമ്പ് ഇവിടെ പെരുന്നാളുണ്ടായിരുന്നു. ഈ പെരുന്നാള് ഈ വിഭാഗം ഇപ്പോ ചേട്ടനോട് പറഞ്ഞ വിഭാഗം ആൾക്കാര് പെരുന്നാളിനെ ആരും സംബന്ധിക്കരുത്, പോവരുത്, പിരിവ് പോലും കൊടുക്കരുതെന്ന് പറഞ്ഞിട്ട് നോട്ടീസ് വരെ അടിച്ചിറക്കിയതാ. ഞാൻ പറഞ്ഞു ഇവിടെ മൊത്തം നോട്ടീസ് അടിച്ചിറങ്ങി. അതിനൊക്കെ തെളിവുകൾ ഞങ്ങളിലുണ്ട്. ആൾക്കാർ വരികയും പെരുന്നാൾ അതിഗംഭീരമായിട്ട് നടക്കുകയും അതില് നേർച്ചപ്പെട്ടിയിൽ പൈസ വരികയും ഒക്കെ ചെയ്തു. അതിൽ കുറച്ചു പേര് മാറിയിരുന്നു. ഇപ്പൊ ഒരു 50-100 വീട്ടുകാർ സഹരിച്ചിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ 50 വീട്ടുകാർ സഹരിച്ചിട്ടില്ല. അല്ലെങ്കിൽ ഈ പറയണത് തന്നെയാണ് ഇപ്പോഴും നടന്നിട്ടുള്ളത്. അതായത് കുറച്ച് വിഭാഗം ആൾക്കാർക്ക് ഇവിടെ എന്ത് നടന്നാലും അതിൽ പങ്കെടുത്തോളും. അതിൽ അക്രൈസ്തവരുണ്ട്, അവരുടെ തന്നെ ബന്ധുക്കളെ കുറെ വിളിച്ചു വരുത്തിയിട്ടുണ്ട്. ഇത് മുടങ്ങരുതെന്ന് വെച്ചിട്ട് ഇവരുടെയൊക്കെ ബന്ധുക്കളെ കുറെ വിളിച്ചു വരുത്തിയിട്ടുണ്ട്. ആ സ്കൂളിൽ പഠിക്കുന്ന ടീച്ചേഴ്സിന്റെ ഫാമിലിയോട് മൊത്തം വരാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഈ ഇടവകയിലത്തെ കുടുംബങ്ങള് എത്ര ഫുള്ളായി അതിൽ പങ്കെടുത്തു എന്നുള്ളത് ചോദിച്ചില്ല. പക്ഷെ ഞങ്ങളിത് ഫ്ലാഷ് ചെയ്യണില്ലാന്ന്, ഇത്ര പേര് പങ്കെടുത്തിട്ടില്ലേ നമ്മളതിന്റെ അതില് വന്ന ആൾക്കാരുടെ കണക്കാണോ വേണ്ടത്? ഈ ഇടവകയിലെ എത്ര കുടുംബങ്ങൾ പങ്കെടുത്തിട്ടുണ്ടോന്നാണോ അവര് പറയുന്നത്? അല്ല, താങ്കൾക്ക് പറയാവുന്ന ഫുൾ റൈറ്റും ഉണ്ട്. നമ്മൾ ഒരു സാധനം പോലും കട്ട് ചെയ്ത് കളയത്തില്ല. ഞാൻ കൊടുത്ത മത്സരം. അപ്പൊ ഞാൻ ഇത്ര ഉദ്ദേശിച്ചുള്ളൂ. ഈ 80% ആൾക്കാര് ഇവര് പറയണത് ഇവിടെ ഒരു പെരുന്നാളോ വന്നപ്പോഴും ഇത് ഫുൾ സപ്പോർട്ടിൽ അവിടെ നടന്ന അവരോട് ചോദിച്ചാൽ മതി. അവിടെ ഒരു പെരുന്നാൾ നടത്തിയപ്പോ നിങ്ങൾ അതിൽ പങ്കെടുക്കരുതെന്നോ? അത് ഏത് വർഷമായിരുന്നു? അതിപ്പോ തന്നെ കഴിഞ്ഞത് ഫെബ്രുവരിയില്. ജോയി അച്ഛന്റെ നേതൃത്വത്തിലാണ് പെരുന്നാൾ നടന്നത്. ജോയി അച്ഛൻ തന്നെയായിരുന്നു വികാരി. ഈ അച്ഛന്റെ നേതൃത്വത്തിലാണ് പെരുന്നാൾ നടത്തിയത്. അതിലൂടെ ജനങ്ങൾ പങ്കെടുത്തു, ഭംഗിയായിട്ട് നടന്നു. ഇതുവരെ നടക്കാത്തതിനൊക്കെ ഭംഗിയായിട്ട് നടന്നു എന്ന് ചോദിച്ചു. അതും കൂടി ചോദിച്ചു എങ്ങനെയായിരുന്നു നടന്നതെന്ന് ചോദിക്കുക. അപ്പൊ ഒരു വിഭാഗം ആൾക്കാർക്ക് രൂപത പള്ളിയിലും കുഴപ്പമില്ല, ആശ്രമം പള്ളിയിലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്നവരാണ്. ഇത് ഇവരെ തന്നെ ചാക്കിട്ട് പിടിക്കലാണ് 2 വിഭാഗം ചെയ്യണേ. അപ്പൊ ഞാനൊരു ബേസിക് പറയാൻ ചേട്ടനോട്. അതില് നമ്മളെ സംബന്ധിച്ച് ഇപ്പൊ ഇത്രയുള്ളൂ. 47 കൊല്ലം മുമ്പ് വന്നിട്ട് ഈ ഇടവകയ്ക്ക് ഒരു വികസനം എന്ന് പറഞ്ഞതില്ലേ. ഒരു പുതിയ ഇടവപ്പള്ളി വെച്ച് മാറി ലിബറേറ്റ് ചെയ്യപ്പെട്ട ശതമാനം എത്ര പേരുണ്ടെന്നാണ് താങ്കൾ പറയുന്നത്? എത്ര പെർസെന്റേജ് വരും? അങ്ങനെ ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായിട്ടില്ലേ. പുതിയ പള്ളി പണിയാണെന്നുള്ള ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായിട്ടില്ലേ. പിന്നെ എന്തിനാണ് ഇതുപോലെ ഈ സ്ഥലം മേടിച്ച് ഞാൻ പറഞ്ഞുതരാം. പിന്നെ എന്തിനാണ്? ഞാൻ പറഞ്ഞുതരാം. 2013 ഈ ഇടവക സ്ഥലം വാങ്ങാനായിട്ട് ഒരു തീരുമാനം എടുത്തു. പൊതുയോഗം പാസ്സാക്കി. 10ഓളം കുടുംബ യൂണിറ്റുകൾ പാസ്സാക്കി. 12 കുടുംബ യൂണിറ്റാണ് ആകെയുള്ളത്. 10ഓളം കുടുംബ യൂണിറ്റുകൾ പാസ്സാക്കി. അതിലാകെ പറഞ്ഞിട്ടുള്ളൊരു കേസ് നിർബന്ധ പിരിവ് ആരെങ്കിലും ഉണ്ടാവില്ലേ.
ഇത് അംഗീകരിച്ചിട്ടാണ് സ്ഥലം വാങ്ങാൻ തീരുമാനിച്ചത്. ഈ സ്ഥലം വാങ്ങാൻ തീരുമാനിച്ചാല് ഒപ്പിട്ടത് ഇവിടത്തെ വികാരിയാണ്, ആശ്രമത്തിലെ വികാരിയാണ്. അഗ്രിമെന്റ് എഴുതിയത്, കരാറിട്ടത് ഒക്കെ അവിടത്തെ അച്ഛന്മാര് പറഞ്ഞിട്ട് തന്നെയാണ് ഇവിടെയുള്ള ജനങ്ങള് വേറെ സ്ഥലം വാങ്ങാൻ നോക്കിയത്. അന്ന് പിതാവ് ഓൾറെഡി പറഞ്ഞിരുന്നു, സ്ഥലം വാങ്ങാൻ മാത്രമാണ് ഞാൻ അനുമതി തരിക, നിങ്ങൾ അത് കഴിഞ്ഞിട്ട് പള്ളി പണിയാനൊന്നും ഞാൻ അനുമതി തരില്ല. അതന്നെയായിരുന്നു ഇവിടുത്തെ കൺസെപ്റ്റ്. സ്ഥലം വാങ്ങിയിടുക. പിന്നെ ഏതേലും കാലത്ത് എപ്പോഴെങ്കിലും ഇനി നമുക്ക് ഇപ്പൊ ഇവിടുന്ന് ആശ്രമം എപ്പോഴേലും ഒഴിവാവാനോ എന്തേലും പറഞ്ഞാൽ നമുക്ക് ആ സമയത്ത് പള്ളി പണിയുള്ളത് ആലോചിക്കാം. അതന്നെയാണ് ഇന്ന് വരെയുള്ള തീരുമാനം. ഇന്ന് വരെയുള്ള തീരുമാനം കോടതി വരെയായി. പള്ളി പണിയാൻ ഇപ്പോഴും ഒരു തീരുമാനം ഒരു ഉപതി എടുത്തിട്ടില്ല, ഇവിടുത്തെ ഇടവജനങ്ങൾ എടുത്തിട്ടില്ല, ആരും എടുത്തിട്ടില്ല. അങ്ങനെ ഒരു തീരുമാനം ഇവിടെ ഇല്ല. പിന്നെ നമുക്ക് വായിൽ തോന്നിയത് ആഗ്രഹങ്ങൾ ഓരോരുത്തർക്ക് പറയാം. ഇപ്പൊ ഇവിടെയുള്ളവർക്ക് പറയാം നമുക്ക് സ്വന്തം പള്ളി വേണം എന്നൊക്കെ പറയാം. ഇനി പിന്നെ ഉണ്ടായത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സ്ഥലം വാങ്ങാൻ അവരുടെ ആശ്രമ അധികാരികൾ തന്നെ പറഞ്ഞിട്ടാണ് ജനങ്ങളുടെ ഒരു തിരിപ്പ് വന്നത്. നിങ്ങള് ഇത് ചാവറച്ചന്റെ ഇത് ഞങ്ങൾക്ക് തീർത്ഥകേന്ദ്രം ആക്കാനാണ് ആഗ്രഹം, നിങ്ങൾക്ക് സ്വന്തമായി പൊക്കൂടെ. ഇന്ന് അന്നത്തെ സീമയിലിരിക്കുന്ന വികാരിയച്ചന്മാര് ഇവിടെയുള്ള കുറച്ച് ആൾക്കാർക്ക് ആശയം കൊടുത്തു. അതായത് ഞങ്ങൾക്ക് ഇത് ഇങ്ങനെ ആക്കാനാണ് ആഗ്രഹം, അപ്പോ നിങ്ങൾക്ക് സ്വന്തമായി പൊക്കൂടെ. അത് അവിടുന്ന് തൊട്ടാണ് ഈ ജനങ്ങൾക്ക് മനസ്സിലായേ. അപ്പൊ നമുക്ക് എന്തായാലും ഇനി മാറണം. അപ്പൊ തൊട്ടാണ് സ്ഥലം വാങ്ങണതിനെ കുറിച്ചുകൂടെ അന്വേഷിച്ചിട്ടുള്ളൂ. അതിന് തൊട്ട് അന്വേഷിച്ച് അവർ തന്നെയാണ് മുൻപന്തിയിൽ നിന്ന് ചെയ്തത്. അന്നത്തെ രണ്ട് വികാരിയച്ചന്മാര് കുറച്ചുകൂടി നല്ല മനസ്സുള്ളവരായിരുന്നു. നിങ്ങൾ സ്വന്തമായിട്ട് പൊക്കുമെന്ന് പറഞ്ഞ ഈ മറ്റേ ഇതിലത്തെ അച്ഛന്മാര്. അങ്ങനെയാണ് സ്ഥലം വാങ്ങാൻ പിതാവിന്റെ ഇവിടെ പൊതുയോഗം പാസ്സാക്കി. അല്ലാണ്ട് ചേട്ടൻ അറിഞ്ഞൂടെ, പിതാവ് അവിടെ നിന്ന് പറഞ്ഞ ഇവിടെ എല്ലാവരും പോയി സ്ഥലം വാങ്ങൂ. പിതാവിന്റെ നമ്മൾ ഇവിടുന്ന് അപേക്ഷ വെച്ചിട്ട് ആണ് ഈ സ്ഥലം വാങ്ങാൻ തീരുമാനിച്ചത്. ഈ സ്ഥലം വാങ്ങാൻ തീരുമാനിക്കുന്ന സമയത്താണ് ഞാൻ ഈ ഇടവകയിൽ വരണത്. ഈ ഇടയിൽ വന്നപ്പോ എനിക്കും അറിയില്ല ഇത് ആശ്രമ പള്ളിയാണ്. ഇങ്ങനെയൊന്നും നമ്മളിപ്പോ ഒരു സ്വന്തം ഇടവകയെന്നല്ല വന്നത്. അപ്പൊ ഇത് കാണുമ്പോ എനിക്ക് ഇങ്ങനത്തെ ചരിത്രങ്ങളൊന്നും അറിയില്ല. അപ്പൊ ഞാൻ ചോദിച്ചു ഇവരോട് ഇത്രയുള്ളൂ, എന്തിന് ചേട്ടാ ഈ സ്ഥലമൊക്കെ വാങ്ങാനായിട്ട് പൈസ ഒക്കെ മുടക്കണം, നമുക്ക് ഇവിടെ പള്ളികളല്ലേ എന്ന് വെച്ചപ്പോ പറഞ്ഞു, ഇത് അപ്പോഴാണ് പറയണത് ഇത് ആശ്രമ പള്ളിയാണ്, സ്വന്തം പള്ളിയല്ല, നമുക്ക് സ്വന്തമായിട്ട് ഒന്നുമില്ല. അപ്പൊ ഇപ്പൊ സ്ഥലം വാങ്ങിയിടാനാണ് നമ്മൾ തീരുമാനിക്കുന്നത്, അതിന് നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ശരി, ഇവിടെ ഇടവകയില് ഭൂരിപക്ഷ തീരുമാനമുണ്ട്, എല്ലാവരും പൈസ തരണ്ടെങ്കിൽ ഞാനും തരാം, അല്ലാതെ ഞാൻ മാറിയിക്കില്ലേ. നമ്മളിപ്പോ ഒരു ഇടവകയ്ക്ക് വളർച്ച വരുന്ന ഒരു കൂട്ടായ്മയ്ക്ക് വളർച്ച വരുന്നതിന് നമ്മൾ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ട് ഈ ഇടവകയിലെ 99% ആൾക്കാരും ഇവിടെ രേഖകളുണ്ട്. അങ്ങനെ 99% ആൾക്കാരും ഇതിനെ സപ്പോർട്ട് ചെയ്തു. ഇവരെ എല്ലാവരിൽ നിന്ന് പൈസ കിട്ടി. ഈ പൈസ കിട്ടിയിട്ട് സ്ഥലങ്ങൾ വാങ്ങണതും എഗ്രിമെന്റും എല്ലാം കഴിഞ്ഞു. അപ്പൊ ബാക്കിയുള്ള പൈസക്ക് നമ്മള് ലോൺ എടുത്തു. ഈ ലോൺ എടുത്തതില് 2 കോടി എത്രയും ലോൺ എടുത്തു. 1,50,00,000 അടച്ചു. ഞാൻ പറഞ്ഞത് 2 കോടി എന്ന് പറഞ്ഞ ഒരു നിസ്സാര കാര്യമാണ്. ഇപ്പൊ ഞങ്ങളുടെ അവിടെ പള്ളി ഇപ്പൊ പുതുക്കി പണിത് 12-15 കോടി ചെലവാക്കിയിട്ടാ. 6 കോടി ബഡ്ജറ്റ് ഇട്ടിട്ട് പണിത് കൊട്ടയാട് പള്ളി. ഒരു ഇടവകയില് ഒരു പള്ളി പണിയാ, സ്ഥലം വാങ്ങുക, ഇപ്പൊ പൈസ ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ഇത്രയും ഓപ്ഷൻ വന്നപ്പോ ഈ ഓൾറെഡി സ്ഥലം വാങ്ങി ഇത് വന്നപ്പോഴേക്കും ഇവിടുത്തെ അച്ഛന്മാര് മാറി, പ്രിയാശ്രമത്തെ വികാരിയച്ഛന്മാര് മാറി വന്ന അച്ഛന്മാർക്ക് ചിന്തകൾ മാറി. പിന്നെ ഒരു ഇടവകയില് ഒരു കാര്യം ഭംഗിയായിട്ട് നടക്കണില്ലെങ്കിൽ അതിന്റെ ഉത്തരവാദി ആരായിരിക്കും? എന്റെ കാഴ്ചപ്പാടില് ഒരു വികാരിയുടെ കഴിവുറവായിട്ട് ഞാൻ കാണുള്ളൂ. പക്ഷെ ഞാൻ അങ്ങനത്തെ ഒരു ഇടവകയെന്ന് വന്നോണ്, അവിടെ വികാരിമാരാണ് സപ്പോർട്ട് ചെയ്യുക, കാര്യങ്ങൾ തരിക. നമുക്ക് വല്ല കുറവുണ്ടെങ്കിലോ നിങ്ങൾ പറയുന്ന തരത്തിലുള്ള കഴിവുള്ള ഒരു വികാരിയെ കൊണ്ടുവച്ചിട്ടും ഈ കഴിവില്ലാത്ത വികാരി പറയുന്നതാണ് ആളുകൾ കേൾക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടായിരിക്കും അത്? അതായത് ഒരു വികാരിനെ വെച്ചിട്ട് ആ ഒരു കാര്യം സംവിധാനം കറക്റ്റ് ആയിട്ട് പോണില്ല, ജനങ്ങളെ അറിയിക്കുന്നില്ല. ഇത് പിന്നെ ലോൺ അടയ്ക്കൽ മുടങ്ങി, കുറികൾ നടത്തി, ഇവിടെയുള്ളവരെ കൊണ്ട് തന്നെ കേസ് കൊടുപ്പിച്ചു. നമ്മുടെ ഇടവക ജനങ്ങളെ കൊണ്ട് തന്നെ കേസ് കൊടുപ്പിച്ചു. ഇതിവിടെ കുറികൾ നടത്താന്ന് പറഞ്ഞിട്ട് കറക്റ്റ് ആയിട്ട് അടച്ചു പോയിരുന്നാണ്. കേസ് കൊടുത്തിട്ട് കുറി മുടക്കി. പിന്നെ അതിന്റെ ഇടയിൽ കൊറോണയും കാര്യങ്ങളും വന്നു, സാമ്പത്തിക ബാധ്യത വന്നു, ജനങ്ങളായിട്ട് കറക്റ്റ് ആയിട്ട് കൺവേ ഇല്ല. അതായത് ഇവര് ചിന്തിച്ചത് ഇനി ഇവിടെ പള്ളി സ്ഥലം വാങ്ങിച്ച അപ്പൊ തന്നെ പള്ളി പണിതല്ല. ഒരു പള്ളിയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുമ്പോ എന്തെല്ലാം വരുമാനങ്ങൾ അവിടെ ഉണ്ടാവും എന്നുള്ളത് ചേട്ടൻ ആലോചിച്ചോടാ. 47 കൊല്ലമായിട്ട് നിന്ന പള്ളിയില് ഇടവക ജനങ്ങൾക്കൊരു വളർച്ചയില്ലെങ്കിൽ ആ സമ്പത്തൊക്കെ എവിടെ പോയി? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഓൾറെഡി ഇങ്ങനെ വന്ന പള്ളിയില് ഈ 1,50,00,000 2 കോടി ചില്ലറ എടുത്തിട്ട് 1,50,00,000 അടച്ചു കഴിഞ്ഞിട്ടാണ് പിന്നെ ഇത്രയും വലിയ ബാധ്യത ഉണ്ടാക്കിയത്. അത് ജനങ്ങളായിട്ട് കറക്റ്റ് കൺവേ ഇല്ലാണ്ടും കറക്റ്റ് പ്ലാനിങ് ഇല്ലാണ്ടും നശിപ്പിച്ചതാ. അതിന്റെ ഉത്തരവാദി ഞാൻ പറയാ, എന്നെ സംബന്ധിച്ച് ഒരു വികാരിയുടെ കഴിവുറവ് അല്ലെങ്കിൽ വികാരി അത് ചെയ്തില്ല. അങ്ങനെ അത് ജപ്തിയുടെ വക്കിലെത്തി. ഈ ജപ്തിയുടെ വക്കിലെത്തി കഴിഞ്ഞാൽ തലേദിവസമാണോ ജനങ്ങളതിനൊക്കെ അറിയിക്കുക? ഇനി ഈ ജപ്തിയുടെ വക്കിലെത്തുമ്പോ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഈ എല്ലാ ജനങ്ങളോടും ഒന്ന് അറിയിക്കേണ്ട ഒരു ഉത്തരവാദി ഇല്ലേ? ഈ സ്ഥലം ജപ്തി ചെയ്ത് പോവാൻ പോണ്, നിങ്ങൾക്ക് ഇനി വേണോ വേണ്ടേന്ന് ചോദിക്കേണ്ട ഉത്തരവാദിത്തം ഇല്ലേ? ഇതൊന്നുമില്ലാണ്ട്
അതിന്റെ ഇടയില് ജപ്തിയുടെ എത്തണക്ക് മുമ്പ് നമുക്ക് ഈ രൂപതയില് എനിക്ക് സാമ്പത്തികമായിട്ട്, അതായത് ഇവിടുത്തെ കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള കുറെ വിഷയങ്ങൾ നടന്നപ്പോ അവിടെ നിന്ന് ഒരു ഡെലിഗേറ്റിനെ വെച്ചു രൂപതയിൽ നിന്ന്. അച്ഛന്മാരെ ആദ്യം തന്നിട്ടുണ്ടായിരുന്നു ഡെലിഗേറ്റ് ആയിട്ട്. ഈ അച്ഛന്മാരേനെയും ഇവിടുത്തെ സഹകരണ കുറവുണ്ട് അവര് നിർത്തിപ്പോയി. ഞങ്ങൾക്ക് ഈ ഇടവകയിലൊന്നും ചെയ്യാൻ പറ്റില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ വരണ അച്ഛന്മാരോട് സഹകരിക്കേണ്ട ഇവിടുത്തെ വികാരിയാ. ഈ വികാരി പറഞ്ഞതാണ് ജനങ്ങൾ കേൾക്കുള്ളൂ. അത് ഇത്ര കാലം കണ്ടുവന്നതും ഇവര് നിന്നു വന്നത് ഇവിടെയാണ്. അപ്പൊ ഈ വികാരി വരണ അച്ഛന്മാരോട് നമ്മുടെ സാമ്പത്തിക കാര്യങ്ങൾ നോക്കാൻ വന്നോണെ അച്ഛനോട് സഹകരിക്കുക എന്ന് പറയുന്ന ഒരു വേർഡ് വേണ്ടതാണെന്ന് എന്റെ അഭിപ്രായം. മാറി നിന്ന് കഴിഞ്ഞാൽ ആ ജനങ്ങൾ, ഒരു അച്ഛന് പെട്ടെന്ന് വന്നിട്ട് ജനങ്ങളായിട്ട് മിങ്കിൾ ചെയ്യാൻ പറ്റില്ല. അപ്പൊ 2 വികാരിമാരും ഇവിടുന്ന് മാറിപ്പോയി. പിന്നൊരു വികാരിനെ വെച്ചതാണ് ഇപ്പൊ വന്ന ജോയി കുത്തൂരച്ചൻ. അപ്പൊ ആള് വന്നിട്ട് ആദ്യം ഇവിടെ പ്രതിനിധി സഭകളും കാര്യങ്ങളൊന്നും കൂടിയിരുന്നില്ല. അത് ഇവിടുത്തെ പ്രശ്നം കൊണ്ട് പ്രതിനിധി സഭയും കാര്യങ്ങളൊക്കെ മുടങ്ങി കിടക്കായിരുന്നു. ആദ്യം ആൾ അത് ശരിയാക്കി. ഇവിടുത്തെ വികാരിയുടെ കഴിവുകൊണ്ടാണ് അതൊക്കെ നടന്നുകൊണ്ടിരിക്കണേന്ന് ചേട്ടൻ വിചാരിക്കരുത്. അത് മുടങ്ങി കിടക്കായിരുന്നു. ആൾ ആദ്യം അത് ശരിയാക്കിയിട്ട് ഇവരോട് കാര്യങ്ങൾ പറഞ്ഞ് ഇതാക്കിയപ്പോഴാണ് ഞാൻ മനസ്സിലാക്കണത് ഇവിടുത്തെ കുറെ കാര്യങ്ങൾ, അതായത് കറക്റ്റ് അല്ല ഇവിടുത്തെ രീതികൾ പോണേ. ആ രീതികൾ റെഡി ആയി കഴിഞ്ഞാൽ ഇടവകയ്ക്ക് ഈ ബാധ്യത തീർക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. അതിനുള്ള വരുമാനം കാര്യങ്ങളും പള്ളികളിലുണ്ട്. കൂട്ടുകാരനല്ലായിരുന്നു പുള്ളി? അതൊക്കെ വെറുതെ പറയണത്. ഒരു അവാർഡ് വാങ്ങാൻ പോയിട്ടുള്ള ട്രസ്റ്റിന്റെ ഭാരവാഹി തന്നെ മോൻസൺ മാവുങ്കലല്ലേ? ആൾക്ക് അന്നൊരു അവാർഡ് ചടങ്ങാണ്. ആൾക്ക് അവാർഡ് ചടങ്ങിലല്ലെന്ന് അയാളുമായിട്ട് കൂടെ പോയി ഇരിക്കുന്ന ഫോട്ടോ അല്ല. അതല്ലാതെ പേട്രൺ എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ പിതാവിന്റെ ഫോട്ടോയും തൊട്ടു താഴെ ഈ മോൻസൺ മാവുങ്കലിന്റെ ഫോട്ടോയുമാണ് ഇരിക്കുന്നത്. അല്ല, എന്നൊരു കാര്യം ചോദിക്കട്ടെ. ഈ മോൻസൺ മാവുങ്കൽ എന്ന് പറഞ്ഞ ആള് ഇപ്പൊ ഒരു പള്ളികളിൽ, ഇപ്പൊ ഈ പള്ളികളിൽ കൊടുക്കണ സംഭാവനകള് എല്ലാ പള്ളികളിലും എടുക്കണ്, അമ്പലങ്ങളിൽ എടുക്കണ്. ഈ കൊടുക്കണ സംഭാവനകൾ മുഴുവൻ ഈ എല്ലാവരും ഏത് വഴിക്ക് വരണ പൈസയാണോ നോക്കിയിട്ടാണോ വാങ്ങാറ്? എന്നോട് ചോദിച്ചു ഈ മറ്റേ വൈദികൻ ഇതുപോലെ ചാനലിൽ സംസാരിച്ച് ശരിയായെന്ന് നിങ്ങൾ ചോദിച്ചു. ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങൾ ഈ പറയുന്ന ഈ ജോയ് പുത്തൂർ എന്ന് പറയുന്ന ഈ വൈദികൻ 9.5 മിനിറ്റുള്ള ഒരു വീഡിയോ ഇറക്കി പബ്ലിക്കലി ഇതേപോലെ ഇറക്കി പ്രചരിപ്പിച്ചത് ശരിയായോ? നിങ്ങൾ പറ. ഇത് നിങ്ങളുടെ ഇടവക്കാർ മാത്രം കാണുന്ന സാധനമാണോ? തുടക്കമിട്ടാരാ? ഇടവക്കാർ മാത്രമാണോ അത് കണ്ടത്? അല്ല, അതല്ല, പുറത്തുവിട്ടതാരാ? അതിനുള്ള സാമാന്യ ബോധമെങ്കിലും അദ്ദേഹത്തിന് വേണ്ടേ? അത് വേണ്ട. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ആൾക്ക് ജനങ്ങളെ അറിയിക്കാനായിട്ട് പള്ളിയിലിപ്പോ സാധാരണ ഞങ്ങളുടെ അറിയിപ്പുകൾ വായിക്കുക പള്ളികളിലാണ്. പള്ളികളിൽ നിൽക്കേണ്ട സാധനമല്ലായിരുന്നു ഇതെങ്ങനെ പുറത്തേക്ക് ഇതിങ്ങനെ അതാണ് പള്ളിയിലാണ് അറിയിപ്പുകൾ അറിയിക്കേണ്ടത്. ആ സംവിധാനം ഇല്ല ഞങ്ങൾക്കിപ്പോ. ആ സംവിധാനം ഇല്ലെങ്കിൽ അച്ഛൻ എന്താ ചെയ്യാ? ഞങ്ങളുടെ ഒഫീഷ്യൽ ഗ്രൂപ്പിലാണ് പറഞ്ഞത്. അച്ഛൻ പറഞ്ഞു തന്നിട്ടാണ് ഈ നടത്തണത് നമ്മുടെ ഇടവക സംബന്ധമായ റൂട്ടല്ല, ഇടവക അംഗീകരിച്ച് നടത്തുന്ന റൂട്ടല്ല. അപ്പൊ അതിന് ഇത് വീഡിയോ പ്രൊഡ്യൂസ് ചെയ്ത് ഇത്രയും കാര്യം കൺവേ ചെയ്ത് ഇടുക എന്ന് പറയുമ്പോഴത്തേക്കും അത് ആ ഗ്രൂപ്പിൽ നിന്ന് എത്രയോ ആളുകളുണ്ട്, അനുകൂലമായിട്ടുള്ളവര് പ്രതികൂലമായിട്ടുള്ളവരുണ്ട്. വെളിയിൽ പോകുന്നുള്ള സാമാന്യ ബോധത്തിന് വേണ്ടി ഞാൻ കാര്യം പറയട്ടെ. ഇടവക സംവിധാനത്തിൽ നടക്കാത്ത ഒരു ഊട്ടിനെ, അതായത് ഞാൻ ഊട്ടി തിരുനാളെന്ന് പറഞ്ഞത് ഇടവകയാണ് നടത്തേണ്ടത്. ഈ ഇടവക ഊട്ടി നിർത്താണ്ട് ഒരു സംഘടന താൽക്കാലികമായി രൂപീകരിച്ച് ഇവിടെ ഒരു എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഇപ്പൊ ഓൾറെഡി ഞങ്ങൾക്ക് പള്ളിയും കാര്യങ്ങളും ഇല്ല. ഇപ്പൊ അങ്ങനെയാണ് ഈ അതിരൂപത എന്ന് പറയുന്ന ഈ പ്രസ്ഥാനം അങ്ങനെയാണ് ഇതുപോലൊരു ക്രൈസിസിൽ പോകുന്നു. നിങ്ങളായിട്ട് ഇത് അന്തസ്സായിട്ട് ഇതാ കാശില്ലേ, ഒരു 2 ലക്ഷം അല്ലെ 2 കോടി രൂപ മുടക്കി അല്ലെ ആ സ്ഥലത്തിന്റെ ബാധ്യത തീർത്തു അവിടെ ഒരു പള്ളി വെച്ച് അവരെ അന്തസ്സായിട്ട് മാറ്റാനുള്ള പ്രവർത്തനങ്ങൾക്ക് പകരം അവിടെ ഇത്രയും കടന്ന് അടികൂടേണ്ട ആവശ്യം എന്തായിരിക്കുന്നത്? ഇപ്പോഴും ചേട്ടൻ അടി കൂടിയിട്ടില്ലല്ലോ. ചേട്ടൻ അടി കൂടിയെന്ന് ആരാണ് പറഞ്ഞത്? അല്ല, കോടതിയിൽ കേസ്, ഹൈക്കോടതിയിൽ കേസിന്റെ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് തരട്ടെ. കോടതിയിൽ എന്താണ് കേസ്? കോടതിയിൽ എന്തുകൊണ്ടാണ് പള്ളിപ്പണി മുടങ്ങി കിടക്കുന്നത്? എന്തുകൊണ്ടാ പള്ളിപ്പണി എവിടെ തുടങ്ങിയാണ്? ഷെഡ് കിട്ടിയിരുന്നു അവിടെ? ഷെഡ് എന്തിനാ കിട്ടിയത്? അല്ല, നിങ്ങളല്ലേ പറയണ്ടേ? ഇടവക്കാരനെ നിങ്ങളല്ലേ പറയേണ്ടത്? ഞാൻ പറഞ്ഞ എന്റെ അറിവിന് പള്ളിക്ക് വേണ്ടി കിട്ടിയിട്ടില്ല. പിന്നെ പള്ളി പണിയാനും വേണ്ടിട്ടല്ല. പിന്നെ ഷെഡ് പിന്നെ എന്തിനായിരുന്നു? അതൊരു താൽക്കാലിക സംവിധാനം മാത്രമാണ്. അല്ല, താൽക്കാലികമായിട്ട് എന്ത് താൽക്കാലിക സംവിധാനം? ഞാൻ പറയണത് ആ ഷെഡ് കെട്ടിയത് പള്ളി പണിയാനോ ഇതിനോ അല്ല. അല്ല, എന്തിനു വേണ്ടിയാണ് അവിടെ അത്രയും ഇൻഫ്രാസ്ട്രക്ചർ ഉള്ള ആ സ്ഥലത്ത്? ഞാൻ പറയണത് എന്തിനു വേണ്ടിയാന്നുള്ളത് എനിക്കിപ്പോ ഞാൻ പറയണത് ഇവിടെ എല്ലാവർക്കും അറിയണ കാര്യമാണ്. ചേട്ടന്റെ ഫോണിലൂടെ എനിക്ക് പറയാൻ പറ്റില്ല. ആ ചേട്ടൻ ഒരു കേസ് പറയട്ടെ, പള്ളി പണിയാനായിട്ടാണ് ഷെഡ് കെട്ടണമെങ്കിൽ ഞാൻ പറഞ്ഞ രൂപതയെന്നോ ഇവിടുന്ന് ഒരു പെർമിഷൻ വേണ്ടേ? എവിടുന്നെങ്കിലും ലെറ്റർ ഇല്ലാണ്ട് ഇപ്പൊ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി എന്ന് പറഞ്ഞൊരു കമ്മിറ്റി ഉണ്ട്, പിന്നെ ഇവിടെ കൈക്കാരന്മാർ വേറെ ഉണ്ട്, ഇവരൊക്കെ ഉണ്ട്. ഇവർക്ക് ആർക്കും അറിയാത്തൊരു ഇൻഫർമേഷൻ ഇത് പള്ളി പണിയാനാന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചാണ്. ഇത് പുതിയ പള്ളി ഉണ്ടാക്കാനാ വേണ്ടി. നിങ്ങൾ പറ, എന്തിനു വേണ്ടിയാണ് അത് അവിടെ ഒരു ഓഡിറ്റോറിയം പണിയാനുള്ള ഒരു പ്ലാൻ ഉണ്ട്. എന്തിനു വേണ്ടി? ഇടവയ്ക്ക് വരുമാനം ഉണ്ടാക്കാൻ, ഈ സ്ഥലത്തിന്റെ ഭാവി തീർക്കാൻ. നമുക്ക് ഇതുപോലെ കയറി കിടക്കാൻ വീടില്ലാത്ത പൊരുത്തം പറയുവാടേ, എനിക്ക് വീട് കിടപ്പുണ്ട്, നീ വേണേ ഒന്ന് താമസിച്ചോ എന്ന് പറയുക. അവന്റെ കാരണത്തിൽ നമ്മളവിടെ കിടക്കുന്നവന് മനസ്സിൽ ധാരണ വേണ്ട ഇത് എന്റെ വീടല്ല, നാളെ ഇവിടുന്ന് ഇറങ്ങി പോണോന്ന്.
അതിനാണല്ലോ ഇപ്പൊ നടന്നത്, അറിഞ്ഞിട്ടുണ്ടല്ലോ. പക്ഷെ ഒരു കാര്യം പറയട്ടത്, പള്ളി പണിയാനാണ് ഞങ്ങൾ ഇത് തുടങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷെഡാണോ പണിയെ? എന്തിനാണ് പിന്നെ അവിടെ കിടന്ന് അടി കൂടുന്നത്? ഈ 40-45 കൊല്ലമായിട്ട് ഇവിടെ ആശ്രമത്തിന്റെ അന്തേവാസികളാണെന്ന് നിങ്ങൾ പറയുന്നു, അവിടെ വളർച്ചയില്ല എന്ന് പറയുന്നു. ഈ അവസ്ഥയെല്ലാം മനസ്സിലാക്കിയിട്ട് ഈ ഉള്ള ആളുകളും അല്ലെ രൂപതയും കൂടെ എന്തുകൊണ്ട് ഒരു പുതിയ ഈ ഇവിടെ കിടന്നല്ലാതെ പുതിയൊരു സംവിധാനം ഉണ്ടാക്കി ഒരു പുതിയ ഏരിയ ആയിട്ട് ഡെവലപ്പ് ചെയ്ത് ഇവരെയും കൂടെ അങ്ങോട്ട് കൊണ്ടുപോകുന്നില്ല? ഒരു കാര്യം പറയട്ടെ, ഇതിനുള്ള സംവിധാനങ്ങളൊക്കെ നിർദ്ദേശങ്ങൾ അവരുടെ അടുത്ത് കൊടുത്തിട്ടുണ്ട്. എന്തിനു കൊണ്ടാക്കണം? ഞാൻ പറയട്ടെ, ഇപ്പൊ അവിടെ കിടന്ന അള്ളി അവരുടെ കിടന്ന് അടിയുന്ന നേരം നിങ്ങൾ ഇപ്പൊ സപ്പോസ് ഇപ്പൊ ഇതാ രൂപത തന്നെ അല്ലെ നിങ്ങളുടെ ഇപ്പൊ എത്ര പേരോ 20% 50%, 100, എത്ര ശതമാനം ആളായിക്കോട്ടെ, അവര് തീരുമാനിച്ച് അവരിതാ ഒരു സ്ഥലവും മേടിച്ചു, അല്ലെ രൂപത ഒരു സംവിധാനം ഉണ്ടാക്കി, പള്ളി ഉണ്ടാക്കി, അവിടെ കിടന്ന അള്ളി അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കാതെ നിങ്ങളൊരു പുതിയ സംവിധാനം ഉണ്ടാക്കി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടേക്ക് വരണവർ വരത്തില്ലേ? ഇപ്പോഴും ആരാണ് ബഹളം ഉണ്ടാക്കിയത്? അതിനർത്ഥം അത് പിടിച്ചെടുക്കാനുള്ള ഒരു ഉദ്ദേശം തന്നെയല്ലേ അവിടെ നടക്കുന്നത്? അവരുടെ വസ്തുക്കൾ ആ ആശ്രമത്തിന്റെ കീഴിലുള്ള ആ സ്ഥാപന ജംഗമ വസ്തുക്കൾ കൈവശപ്പെടുത്താനും അവിടെ കൂടി നടക്കുന്ന ആളുകളെ കയ്യിലാക്കാനുമുള്ള ഒരു ശ്രമമല്ലേ നടക്കുന്നത്? ചേട്ടൻ ഉദ്ദേശം എനിക്ക് മനസ്സിലായില്ലേ. ഞാൻ പറഞ്ഞു വന്നത് ഓൾറെഡി ഉണ്ടായ കാര്യങ്ങളാണ്. അതായത് ഈ തലവൂരിൽ ഇതേ പ്രശ്നമല്ലായിരുന്നു ഉണ്ടായിരുന്നത്? അതെങ്ങനെ പറയണ, ഇത് ചേട്ടാ തലോരും ഇതായിട്ട് കമ്പയർ ചെയ്യേണ്ട, അത് ഇതും തമ്മിൽ രണ്ടാണ്. ഇവിടെ ഓൾറെഡി ഇത്ര മാത്രമാണ് തീരുമാനം എടുത്തിട്ടുണ്ട്. ഇടവഴിക്ക് സ്വന്തമായൊരു സ്ഥലം, ആ സ്ഥലം വാങ്ങി ഇത്രയ്ക്ക് എത്തിയിട്ട് അത് ഓൾറെഡി ഞാൻ പറഞ്ഞു കേട്ടെ, ഇതിന്റെ ഇടയിൽ ഒരു സാമ്പത്തിക വികാരി, അതായത് എന്നെ കൊണ്ട് ഈ കാര്യങ്ങൾ നടക്കില്ല എന്ന് പറഞ്ഞിട്ട് രൂപതയിൽ എഴുതി കൊടുത്തു വരികയല്ലേ. ഇപ്പൊ രൂപതാ മെത്രാനെങ്കിൽ ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ക്രൈസ്തവ സഭയാണ്. അവിടെ കിടന്ന് അടിപിടി കൂടി അവന്റെ പിടിച്ചു പറിക്കാൻ പോകുന്നതിന് പകരം എന്തുകൊണ്ട് ഇപ്പൊ അത്തരത്തിലൊരു സംവിധാനം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനായിട്ട് എന്റെ രൂപതയിൽ വരുന്ന ഒരു പുതിയ പള്ളിയാണെന്നുണ്ടെങ്കിൽ ഞാൻ കൈ അയച്ച് സഹായിച്ച് അവർക്ക് പറ്റാവുന്ന രീതിയിൽ അവരെയും കൂടെ എടുത്തിട്ട് അവരെ കൊണ്ടൊരു സ്ഥലവും മേടിച്ച് അവിടെ ഒരു പള്ളിയും പണിത് അവിടെ ആരാധനയും തുടങ്ങി അവിടെ ഒരു ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ടുള്ള വികാരിയും വെച്ച് അവിടെ കാര്യങ്ങൾ പോകുന്നു. ഭംഗിയായിട്ട് പോകുമ്പോൾ അവിടേക്ക് വരാനുള്ളവനോടെ വരും. അല്ലെങ്കിൽ അത്രയും ഉള്ളവരെ വെച്ച് നമ്മൾ ഹാപ്പി ആയിട്ട് പോകും. അവിടെ കിടന്ന അള്ളി ഇത്രയും നാറ്റിക്കേണ്ട ആവശ്യം എന്താ കിടക്കുന്നത്? അല്ല, ഇപ്പോഴും അവിടെ നാറ്റിക്കാനൊന്നും ചെയ്തിട്ടില്ലല്ലോ. ഇദ്ദേഹമല്ലേ വീഡിയോ ഇറക്കുന്നു, കോർപ്പറേഷനിൽ പരാതി കൊടുക്കുന്നു, ഫുഡ് സേഫ്റ്റിക്ക് പരാതി കൊടുക്കുന്നു, ഇതൊക്കെ എങ്ങനെ പോലീസിന് പരാതി കൊടുക്കുന്നു? അതാരാണ് ചോദിച്ചാൽ കൊടുത്തു എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? ഫുഡ് സേഫ്റ്റിക്കാർ എവിടെ എങ്ങനെ പള്ളി കയറി? ഞങ്ങളെ കൊടുത്ത പരാതി ഞങ്ങളുടെ ഇടവകാരാണ് കൊടുത്തത്. ഞാൻ സത്യമായിട്ട് പറയണു, ജോയിച്ചിനൊരു പങ്കൂല പരാതി കൊടുത്ത എന്തെന്ന് പറഞ്ഞിട്ട് നോണില് പരാതികൾക്ക് കിട്ടില്ലേ? അല്ല, ഇതിനകത്ത് പങ്കെടുക്കരുതെന്ന് ഇടവക്കാരാണോ പറഞ്ഞത്, ജോയി അച്ഛനാണോ പറഞ്ഞത്? അത് ജോയിച്ചിനെ പറഞ്ഞ. അതെന്താണ് പറഞ്ഞത്? ഇത് സഭാവിരുദ്ധമായിട്ട് നടക്കുന്ന റൂട്ടാണ്. അതായത് ഇടവയ്ക്ക് പങ്കില്ല. എന്നിട്ടും സഭാവിരുദ്ധമായിട്ടെന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം ഇത്രയും ചെയ്തിട്ടും ഇത്രയും ഒക്കെ കാര്യങ്ങൾ ചെയ്തിട്ടും എന്തുകൊണ്ടാണ് ഇത്രയും അധികം ആളുകൾ പങ്കെടുത്തത് വിജയിച്ചത്? പെരുന്നാളിന് ജോയിച്ചൻ നടത്തിയ പെരുന്നാളിന് ജോയിച്ചൻ വികാരിയായിട്ട് നടത്തിയത് ചക്രമാക്കൽ അച്ഛൻ തൊട്ട് അവരുടെ എല്ലാ ആൾക്കാരും, ഈ ആശ്രമത്തിന്റെ ആൾക്കാരും, അവരും നോട്ടീസ് അടിച്ചിറക്കിയിട്ട് അത്തരത്തിലൊരു നോട്ടീസ് നിങ്ങൾക്ക് അത്തരത്തിലൊരു നോട്ടീസ് ഉണ്ട്? എനിക്ക് കിട്ടതാ, നമ്മുടെ ശ്രദ്ധയപ്പെട്ടിട്ടില്ല. ശരി, അതൊക്കെ തരാം. ഇതുപോലെ വീഡിയോ ഒന്നും അവർ ഇറക്കിയിട്ടില്ല. ആര്? ഒന്ന് ചക്രമാക്കൽ അച്ഛൻ ഫുഡ് സേഫ്റ്റിക്കാർക്ക് വിളിച്ചറിയിച്ചോ ഇത് ഇങ്ങനെ സംഭവം നടക്കുന്നുണ്ട്? അല്ലെങ്കിൽ അവിടുത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ സംഭവം നടക്കുന്നു, സംഭവിക്കരുത്? അതല്ല, അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ ഇരിക്കുന്ന ഇടവക്കാരാണ് ആ പരാതി കൊടുത്തത്. എന്തെന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ അറിവോ സമ്മതമോ ഇല്ലാതെ നടത്തുന്ന ഒരു പരിപാടിയാണ് അവിടെ. അതിനെന്തെങ്കിലും ഇനി ഒരു കേസ് പറയട്ടെ, അവിടെ എന്ത് വിഷയം ഉണ്ടായാലും അത് ഞങ്ങളുടെ തലയിലേക്കാണ് അവരിടുക. നിങ്ങൾ അവിടുത്തെ കൂടി നടപ്പുകാരല്ലേ, നിങ്ങൾക്ക് അതിനകത്ത് എന്താ അവകാശം? അവിടെ ആശ്രമ പള്ളിയിൽ അവർ നടക്കുന്നതിനകത്ത് നിങ്ങൾ ഇടവകയില്ല. അവിടെ എങ്ങനെ ഇടവകയാണ്? ഇടവകയ്ക്ക് ഒരു പള്ളി വേണം. നിങ്ങൾക്ക് ഒരു ഇടവക പോലും ഒരു പള്ളി പോലും ഇല്ല. നിങ്ങൾ അതിനകത്ത് വെറും ഒരു കൂടി നടപ്പുകാരായിട്ടുള്ള നിങ്ങൾക്ക് അതിനകത്ത് എന്ത് അവകാശം അതിനകത്തുള്ളൂ അങ്ങനെ പറയാനായിട്ട്? എങ്ങനെ പറയാൻ? ഇപ്പൊ നിങ്ങൾ ഇപ്പൊ പറഞ്ഞ ആശ്രമ പള്ളിയാണ് അല്ലേ? ആശ്രമ പള്ളിയിലാണ് നിങ്ങൾ പോകുന്നത്. ചുരുക്കം പറഞ്ഞാൽ നിങ്ങൾക്ക് പള്ളിയില്ല. ഇല്ല, ആശ്രമ പള്ളിയിലാണ് നിങ്ങൾ പോകുന്നത്. ഇപ്പൊ തൊട്ട് എന്നിട്ട് അവസാനം നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റും? അത് അവന്റെ കാരുണ്യം കൊണ്ട് നിങ്ങൾ അവിടെ പോയി കുർബാന കൊടുന്നു, അവരൊന്നും പറയുന്നില്ല. നിങ്ങൾ എന്നിട്ട് പറയുകയാണ് അതിന്റെ അവകാശം. നിങ്ങൾ അവിടെ കുർബാന കാണാൻ പോയി നിൽക്കുന്ന ആളുകൾ നിങ്ങൾ പറയുകയാണ് അത് നിങ്ങളുടെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ അവിടുത്തെ ആശ്രമത്തിന്റെ സുപ്പീരിയർ ചോദിക്കുകയാണ് നിങ്ങൾക്ക് ഏത് വകയിലെ നിങ്ങളുടെ ഈ പള്ളിയും ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? നിങ്ങൾക്ക് എങ്ങനെ ഇടവകയാകുന്നത്? അല്ല, ഞങ്ങള് അത് പറഞ്ഞിട്ടില്ലല്ലോ. അല്ല, നിങ്ങൾ പിന്നെ എന്തിന്റെ പേരില പരാതി കൊടുക്കുന്നത്? നിങ്ങൾക്ക് എങ്ങനെ പരാതി കൊടുക്കാൻ എങ്ങനെ അവകാശം വരുന്നത്? അവരുടെ പള്ളിയില് അവരെ സൗകര്യം നിങ്ങൾക്ക് എങ്ങനെ അവകാശം പറയാൻ പറ്റും? അതേസമയം നിങ്ങൾ സ്വന്തമായിട്ട് ഒരു സ്ഥലം മേടിച്ച് നിങ്ങൾ സ്വന്തമായിട്ടൊരു പള്ളി ഉണ്ടാക്കി നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വികാരി ഉണ്ട് എങ്കിൽ ഓക്കെ. പരാതി കൊടുത്തത് ഇപ്പൊ ജോയിച്ചൻ എന്തുകൊണ്ടാണ് വീഡിയോ ഇറക്കിയത്? ഇത് സഭ, അതായത് ഇടവക നടത്തുന്ന ഒരു ഊട്ടുതിരുന്നാളല്ല. ഇവരാദ്യം നോട്ടീസ് ഇറക്കിയതൊക്കെ ഊട്ടുതിരുന്നാൾ എന്ന് പറഞ്ഞിട്ടാണ്. അതിന് കൊടിയേറ്റം കാര്യങ്ങൾ ചക്രമാക്കലച്ചൻ പറഞ്ഞല്ലോ അത് ആശ്രമം നടത്തിയതല്ല,
പള്ളിയിലെ ഈ പറയുന്ന ഒരു വിഭാഗം ആളുകള് ഒരു നടത്തിയതാണ്. കാര്യം പറയട്ടെ, ഒരു വിഭാഗം ആളുകളെ ഈ ഒരു ട്രസ്റ്റിന്റെ രീതിയിൽ നടത്തി. ട്രസ്റ്റിന് കീഴിലെന്ന് പറഞ്ഞാൽ എങ്ങനെ അത് നടത്താൻ അവർക്ക് പറ്റുന്നു? ഇപ്പൊ ആശ്രമം ഒന്ന് അല്ലെന്ന് നിങ്ങൾ ഇത്ര മാത്രമേ മതി. ഈ പിതാവിന് മാത്രമല്ലല്ലോ ബുദ്ധിയുള്ളത്, അവിടുത്തെ ഇടവക്കാർക്ക് അത്യാവശ്യം ബുദ്ധി ഉണ്ടെന്ന് അവരന്തരം അതിന്റേതായ രീതിയിൽ ലീഗലി അവർ അതിന്റേതായ രീതിയിൽ കളിച്ചു. പറയട്ടെ, ഞാൻ പറയണത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തന്നെ അവിടുന്ന് ഇറക്കി വിട്ടതിന് ശേഷം ഇപ്പൊ 47 കൊല്ലമായിട്ട് നിന്ന് പിതാവിന്റെ ഒരു ഇതുകൊണ്ടുള്ള ആള് ഇറക്കി വിട്ടു എന്ന് പറഞ്ഞ ഞങ്ങൾ തന്നെ ഇടവക്കാരനെ അവിടുന്ന് ഇറക്കി വിട്ടില്ലേ? ഇപ്പൊ അവിടെ ആരെയും അവർ ഇറക്കി വിടില്ല, ആർക്ക് വേണമെങ്കിലും അവിടെ കൂടി നടക്കാം. ഈ പിന്നെ കയറി ഈ അതാ പറഞ്ഞേ, നമ്മളെ കേറി കിടക്കാൻ അവസരം കൊടുത്തിട്ട് അതിന്റെ അവകാശവാദം പറയുമ്പോഴല്ലേ അവര് പറയുന്നത്. ഈ ഇടവകയെന്ന് ഇറക്കി വിടാനായിട്ട് എന്തുണ്ടായേ? അതിനൊക്കെ മുമ്പ് ആരെങ്കിലും ഇടവകയെന്ന് ആരെ ഇറക്കി വിട്ടു? എല്ലാവരെയും അതിന്റെ ഉത്തരവുണ്ടോ? രേഖാമൂലമുള്ള ഉത്തരവുണ്ടോ? രേഖാമൂല ഉത്തരവ് എന്ന് പറഞ്ഞ ഇവര് അരമനയിൽ കൊടുത്തില്ല, പള്ളിയിൽ വിളിച്ചു പറഞ്ഞു, അനൗൺസ് ചെയ്തു. എന്ത് പറഞ്ഞു? ഞങ്ങളുടെ റെക്കോർഡിംഗ് ഉണ്ട്. എന്താ ഉള്ളത്? ചക്രമളച്ചൻ പറഞ്ഞത് അല്ല, എന്തോ ഉള്ളത്? എന്താ പറഞ്ഞു? നാളെ തൊട്ട് ഇടവകയായിട്ട് ബന്ധമുള്ള ഒരു കാര്യങ്ങളും ഇവിടെ നടക്കില്ലാന്ന്. സത്യമല്ലേ? ആശ്രമത്തിന്റെ ഇതിലുള്ള പള്ളി, ആശ്രമത്തിന്റെ ഇടവകയിലുള്ള പള്ളി, അവർ നിങ്ങളെ അവിടെ വിശുദ്ധ ഒരു എഗ്രിമെന്റ് പുറത്ത് ഒരു കുർബാന കൂടാൻ അനുവദിക്കുന്ന കാര്യങ്ങളെല്ലാം ആദ്യമായിട്ട് എന്നിട്ട് അവസാനം പിന്നീട് അവിടെ അവകാശോന്നതിക്കാണെന്ന് അത് ഇടവകയാണ്, വേറെ ഇടവകയെ അവിടെ കൊണ്ടുവരും. അതായത് ഈ കോടതിയും കാര്യങ്ങളും ഉണ്ടായതപ്പോഴാ ആശ്രമം ഇറക്കി വിട്ടതിന് ശേഷം എന്തെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് പിന്നെ എന്തിന് അവിടെ ഒരു ഇഷ്യൂ ഉണ്ടാക്കാൻ അവർ കടിച്ചു തൂങ്ങി അവിടെ കിടക്കുന്നു? അവർക്ക് അതിനകത്ത് അവകാശം കിട്ടുന്നത് ഞങ്ങൾ ഇവിടെ ഉണ്ടാക്കണേ. എന്റെ ചേട്ടാ ഇപ്പോഴും പറഞ്ഞു മനസ്സിലായില്ല. ഇല്ല, നിങ്ങൾ പിന്നെ അതായത് ആശ്രമത്തിന്റെ സ്ഥലത്തിൽ അവരുടെ പള്ളിയിൽ പിന്നെ എന്തിനു അവകാശം പോകാൻ നിങ്ങൾ അവിടെ കിടക്കുന്നു? ഇപ്പോഴും ചേട്ടൻ വന്ന മേട്ടർന്ന് പോയി. അതായത് ഒരു സാമ്പത്തിക വികാരിനെ എനിക്ക് ഇത് ഇടവക സ്ഥലം വാങ്ങിയ സ്ഥലം അല്ലെന്ന് ഈ സാമ്പത്തിക വികാരി അവിടെ കയറി അവരുടെ അതിനകത്ത് കളിക്കേണ്ട ആവശ്യമുണ്ട്. സാമ്പത്തിക വികാരി അതാ പറഞ്ഞപ്പോ അവർക്ക് രൂപതയെന്ന് പൈസ കൊടുത്തോ, അല്ലെ നിങ്ങൾക്ക് വേറെ ഇടവക വേണമെന്നുള്ള താല്പര്യമുള്ള ആളുകളോട് ചേർന്നോ ഒരു സ്ഥലം മേടിച്ച് പള്ളി വെച്ച് അവര് മാറുക. അവിടെ കിടന്ന് കടിച്ചു കൊണ്ടൊരു ആവശ്യം എന്തെന്ന്? ഇപ്പോഴും ഈ സ്ഥലം വെച്ച് മാറാൻ ഒരു 2-3 കൊല്ലം സമയം വേണ്ട. അതുവരെ മര്യാദക്കാണ് അവിടെ കൂടാമല്ലോ. അവിടെ ചെന്ന് അവകാശവാദവും അവിടെ കയറി ഭരിക്കാൻ ചിരിമ്പഴല്ലേ അവർ ഓടിക്കുന്നത്. ഇപ്പോഴും ചേട്ടന് മനസ്സിലായിട്ടില്ല, അവിടെ ആരും ഭരിക്കാൻ ചെന്നിട്ടില്ല ചേട്ടാ. ഇവിടുത്തെ ഒരു മാറ്റർ അവരുടെ പള്ളിയില് ജോയി പുത്തൂർ എന്ന് പറഞ്ഞ ആളെ മോഡറേറ്ററിന് അവിടെ ഒരു വികാരിയുള്ള സ്ഥിതിക്കും പോയി കയറി അവരുടെ തലയെ വെച്ച് ഭരിക്കാൻ ചെന്നിട്ട് അവരത്രയും അവരുടെ കാരുണ്യം കൊണ്ടല്ലേ അവരും ഉണ്ടായിരിക്കുന്നത് ഇത്രയെങ്കിലും. അത് ഒരു കാര്യം വിചാരിച്ചത് അത് സത്യം വിചാരിച്ചിട്ടുണ്ട് ചേട്ടൻ എന്നോട് സംസാരിക്കാൻ. ഇല്ലില്ല, ഒരു സാമ്പത്തിക വികാരിനെ എനിക്ക് കഴിവില്ല എന്ന് പറഞ്ഞിട്ട് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഈ ഇടവക സ്ഥലം വാങ്ങണ കാര്യങ്ങള് എന്നെ കൊണ്ട് ചെയ്യാൻ സാധിക്കില്ല, ഈ ഇടവകയെന്ന് എനിക്ക് അതിന് ചെയ്യാൻ കഴിവില്ല എന്ന് പറഞ്ഞ് ഒരു വികാരി എഴുതി കൊടുത്തു. അതുവരെ ഒരു വികാരിനെ അവിടെ വെച്ചിട്ടില്ല. അങ്ങനെ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ ഏത് വികാരി? ഈ ചക്രമാക്കലച്ചൻ എഴുതി കൊടുത്തു കൈക്കാരന്മാരെ ഒപ്പിട്ടിട്ട്. അതായത് എന്നെ കൊണ്ട് ഇവിടുത്തെ സാമ്പത്തിക കാര്യങ്ങൾ നോക്കാൻ സാധിക്കില്ല, രൂപത അതിനുള്ള കാര്യങ്ങൾ ചെയ്തോ എന്ന് പറഞ്ഞിട്ട് പിതാവിന്റെ അടുത്ത് എഴുതി കൊടുത്തു. ഈ ചക്രമാക്കൽ അച്ഛൻ എന്ന് പറയുന്നത് CMI സഭയുടെ ഒരു സന്യാസി അച്ഛനാണ്. സന്യാസി അച്ഛൻ ഞങ്ങളുടെ വികാരിയായിരുന്നു. ആ പള്ളിയുടെ ഇടവ വികാരിയായിരുന്നു. ആ പറയുന്ന സ്ഥാപന ജംഗമ വസ്തുക്കളെല്ലാം ആ സന്യാസ സഭയുടെയാ. അവരെ സംബന്ധിച്ചിടത്തോളം ഇടവകയായിട്ട് ഫംഗ്ഷൻ ചെയ്യാനായിട്ട് അവർ അനുവദിച്ചു, പ്രൊവൈഡഡ് ആ പറയുന്ന കണ്ടീഷൻ അനുസരിച്ചിട്ട് അതിന്റെ ഇടവക വികാരി എന്ന് പറയുന്നത് ആ സന്യാസ സഭാംഗമായിരിക്കണം. ഓക്കെ. അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്കും, അങ്ങനെ കുഴപ്പമില്ലാതെ പോകുമ്പോഴത്തേക്കും മറ്റു സാമ്പത്തിക പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് കൂടുതൽ സഭാധ്യക്ഷന്റെ ടാർഗറ്റും കാര്യങ്ങളും പ്രഷറും വരുമ്പോഴത്തേക്കും അദ്ദേഹം സ്വാഭാവികമായിട്ട് പറയുന്നു, സോറി എനിക്കിതൊന്നും എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. ആളുടെ ടാർഗറ്റ് എവിടെ വന്നോളെ, സ്ഥലം ജപ്തി ചെയ്ത് പോരുന്ന് ഒരു വിഭാഗം ജനങ്ങള്. സിമ്പിൾ ചോദിക്കട്ടെ, ഒന്ന് ആ പള്ളിയോ സ്ഥാപന ജംഗമ വസ്തുക്കളോ ഒന്നും അതിരൂപതയൊക്കെ വരുന്നതിന് എത്രയോ കാലം മുമ്പുണ്ടായ പ്രസ്ഥാനമാണ് അത്. അങ്ങനെയുള്ള ഒരു CMI സഭയുടെ അധീനതയിലുള്ള ആ പള്ളിയിൽ അവര് കൂടി നടക്കാനായിട്ട് അനുവദിച്ചു കഴിയുമ്പോഴത്തേക്കും അവിടെ കിടന്ന് അവിടെ ഒരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നതിന് പകരമായിട്ട് ആ സഭാപിതാവ് ചെയ്യേണ്ട എന്താ? അത് അതിരൂപത കൈ അയച്ച് സഹായിച്ച് അവിടുത്തെ താല്പര്യമുള്ള ആളുകൾക്ക് വേണ്ടി ഒരു പള്ളി ഉണ്ടാക്കി അവരെ മാറുക, അവിടെ ഫുൾ ഫ്ലഡ്ജിലായിട്ടുള്ള വികാരിയെ കൊടുക്കുക, സന്തോഷമായിട്ട് പോവുക. അവിടെ കയറി അവരുമായിട്ട് പ്രശ്നം ഉണ്ടാക്കി തമ്മിലടിപിടി കൂടുന്നതിന്റെ കാര്യം എന്താ? അതിനർത്ഥം സിമ്പിൾ ഇതേ ഉള്ളൂ, അവരുടെ സ്വത്ത് പിടിച്ചു പറിക്കുക എന്നുള്ള സാധനം മാത്രമേ ഉള്ളൂ. ഈ സ്ഥലം വാങ്ങണേന് എന്നെ രൂപതയെന്ന് സഹായിച്ചിട്ടുണ്ട്. എത്ര കൊടുത്തു രൂപതയെന്ന്? 50 ലക്ഷം അത്ര ഞാൻ തോന്നുന്നുണ്ട്. കറക്റ്റ് കണക്കൊക്കെ പറയണെങ്കിൽ കൂടുതൽ കൈക്കാരന്മാർ വരെ വേണ്ടി വരും. ഇപ്പൊ എനിക്ക് സ്ഥലം വാങ്ങണ കേസ് എനിക്ക് കഴിവില്ല, വികാരിക്ക് കഴിവില്ല എന്ന് പറഞ്ഞു. ഒരു സന്യാസ സഭയുടെ അധ്യക്ഷനായിട്ടുള്ള ഒരാള്, അയാൾക്ക് അവിടെ പള്ളിയുണ്ട്, മറ്റുള്ള പ്രസ്ഥാനങ്ങളുണ്ട്, അവിടെ ഒന്ന് വഴിയെ ഇവരൊന്ന് കയറി പ്രാർത്ഥിച്ചോട്ടെ എന്ന് വരുത്തി കയറി അവർക്ക് അവസരം കൊടുത്തു കഴിയുമ്പോഴത്തേക്കും അയാളുടെ തലേ കയറി ടാർഗറ്റ് കൊടുത്ത് അവനെ കയറി തലേ കയറി നിരങ്ങ വരുത്തി. ഇടവക്കാരെ സംബന്ധിച്ച് ഈ സ്ഥലം വാങ്ങാനുള്ള ചിന്തകളും കാര്യങ്ങളും അവരെന്നെ തന്ന്
അവരെന്നെ തന്ന് അത് ഇത്രയും 1,80,00,000 രൂപ ഞാൻ കൊടുത്ത ഞാൻ അല്ല നിങ്ങളുടെ അതിരൂപത പറ്റിക്കുവരുന്ന് ഓർത്താൽ മതി. അതിരൂപതയിലുള്ള പറ്റിച്ചേ. ഇടവകക്കാരെന്ന് പറഞ്ഞവർക്ക് കഴിവുണ്ടോന്നുണ്ട്, അല്ലെ നിങ്ങളുടെ കഴിവ് തെളിയിക്കേണ്ടത്, നിങ്ങൾ മിടുക്കന്മാരെന്ന് തെളിയിക്കേണ്ടത് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ രീതിയിൽ നിങ്ങളൊരു സ്ഥലം മേടിച്ച് അവിടെ ഒരു പള്ളി ഉണ്ടാക്കി അവിടെ നിങ്ങളുടെ ഒരു ഇടവകാരി ഉണ്ടാക്കി നിങ്ങൾ ഈ പറഞ്ഞ പിതാവിന് വഴിപ്പെട്ട് ജീവിക്കുക. അതാണ് ഇന്നത്തെ മിടുക്ക്. അല്ലാതെ ഇവിടെ കയറി വല്ലവനും ഉണ്ടാക്കി പള്ളി കയറിയിട്ട് അവിടെ കയറി ആളാകാൻ പോയിട്ട് എന്താ കാര്യം ഇരിക്കുന്നത്? ചേട്ടൻ കാര്യം ഇപ്പൊ ചേട്ടൻ പറഞ്ഞ ഈ മാറ്ററിനെയാണ് ഞാനും ഇവിടെ പറയണത്. എന്തിനാണ് നമ്മളവരെ ആശ്രയിക്കുന്നത്? നമുക്ക് ബിഗ് സീറോ ഒന്ന് തുടങ്ങുക, അത്രേ ഉള്ളൂ. ചെറുതാക്കി ഇപ്പൊ 10 പേരെങ്കിൽ 10 പേര് 100%. അത് ഈ മാറ്ററിനെയാണ് ഇന്നലെ വരെ ഞാൻ സംസാരിച്ചോളാം. നമ്മൾ ഇത്രേ ഉള്ളൂ. അവിടെ കയറി നിങ്ങൾ അള്ളി പ്രശ്നം ഉണ്ടാക്കുന്ന പോലെ നിങ്ങൾ 10 പേരെങ്കിൽ 10 പേര് നിങ്ങൾ ഒരു ഓല ഷെഡ് ആണെങ്കിലും ഉണ്ടാക്കി നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ പോവുക, അതിനെ സപ്പോർട്ട് ചെയ്യുക. ഞാനും 100% പറയണു. ഇതിന് ഞാൻ 100% ശരിയാ. ചേട്ടൻ പറഞ്ഞു. പക്ഷെ ഇത് നിങ്ങളുടെ സഭാധ്യക്ഷയോട് പറഞ്ഞു നോക്കി അവർ സമ്മതിക്കൂല. കാരണം അവർക്ക് അവരുടെ ഉദ്ദേശം എന്താ ഓൾറെഡി സമ്മതിച്ചിട്ടുണ്ട്. ചേട്ടൻ എന്നിട്ട് പറയണ ഇപ്പൊ ഈ ലെവലിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ എഗ്രിമെന്റ് ക്യാൻസൽ ചെയ്തിട്ടില്ല. ചേട്ടൻ പറയണത് ഒറ്റ മാറ്ററുള്ളൂ. ഇത് അവരോട് പറഞ്ഞു നോക്കിയേ, ഈ മാറ്ററില്ലേ ഒറ്റ ഇതേ ഉള്ളൂ. ഞാൻ ഇത് തന്നെ കൊടുക്കാം, ഇത്രേ ഉള്ളൂ. അവിടെ കിടന്ന് തമ്മിൽ അടിക്കുന്നതിനേക്കാൾ നല്ലത് ഇതാണ്. എത്ര പേരാണോ അത്ര പേര്. അതിന് ഇപ്പോ ഞാൻ പറയട്ടെ, ഇപ്പൊ നമ്മളിപ്പോ ഒരു 50 പേര് നിൽക്കുക, 50 പേരിൽ 10 പേർക്ക് തോന്നുകയാണ് ഈ 40 പേരോടൊപ്പം യോജിച്ചു പോകാൻ ഒത്തു പോകത്തില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അവിടെ കിടന്ന് അടിച്ചു പറിച്ച് ആ തമ്മിലടി ആയുഷ്കാലം തമ്മിലടിയും ബഹളവുമായിട്ട് പോകാതെ 10 പേര് തമ്മിൽ സ്വരച്ചേർച്ചയുണ്ടെങ്കിൽ അവർക്ക് ആ 10 പേർക്ക് പറ്റാവുന്ന രീതിയിൽ അവരൊരു സംവിധാനം ഉണ്ടാക്കി അവര് വിധേയപ്പെട്ട് അവരുടേതായ രീതിയിലേക്ക് പോവുക. പിന്നീട് നാളെ വളരുമായിരിക്കാം. എന്നെ സംബന്ധിച്ച് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അവിടെ 47 കൊല്ലമായിട്ട് ഒരു വളർച്ചയില്ലാത്ത ഇടവക ഈ സ്വതന്ത്രമായിട്ട് ഇപ്പൊ ഈ 10 കൊല്ലം കൊണ്ട്, അതായത് ഇപ്പൊ ഇവിടുന്ന് മാറിയിരിക്കുക 10 പേരായിട്ട് മാറിയാലും ഇടവക 10 കൊല്ലം കൊണ്ട് നോക്കിയോ ഉണ്ടാവണ വളർച്ച. ഞാൻ അങ്ങനെ വന്നിട്ടുള്ളതാ. ഞാൻ എന്തുകൊണ്ടത് പറഞ്ഞറിയാമോ? ഈ പറയുന്ന പോലെ ഒരു ഇഷ്യൂവിലേക്ക് കടന്ന് ഇതിന് ഞാൻ റെഡിയാ. ചേട്ടൻ പറഞ്ഞ മാറ്റർ കറക്റ്റ് ആണ്. ഈ മാറ്ററില്ലേ ഈ മാറ്റർ ഇപ്പോ ചേട്ടന് തന്ന ആൾക്കാരോടില്ലേ അവരോട് പറഞ്ഞാൽ അവരിതിന് സമ്മതിക്കില്ല. ചുരുക്കി പറയാൻ ചേട്ടാ, ഞാൻ ഈ ഇടവകാരനല്ല. ഇവിടെ വന്നിട്ട് ഞാൻ മനസ്സിലാക്കിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വേറൊരു സംവിധാനം വരരുന്ന ഒരു ആഗ്രഹമാണ്. ഞാൻ മനസ്സിലാക്കിയത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ഥാപനം അവിടെ നടക്കുന്നുണ്ട്, അതിലൊരു ഇടവക പള്ളിയുണ്ട്, ഇടവ ജനങ്ങൾ വരുന്നുണ്ട്. അവിടെ എന്ത് നടക്കണേനും ഈ ഇടവ ജനങ്ങൾ സപ്പോർട്ടായിരുന്നു. അതായത് ഇപ്പോ പുറത്തെന്ത് ഇഷ്യൂസും രാഷ്ട്രീയക്കാരായാലും എന്തായാലും അതിന്റെ ഉള്ളിൽ കയറില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ അത് ഇടവ പള്ളിയായിട്ട് ചുറ്റപ്പെട്ട് നിൽക്കണത്. ഞങ്ങളുടെ ഇത്രയും കാലത്തെ ഒരു സാമ്പത്തിക സ്രോതസ് കറക്റ്റ് ആയിട്ട് കണക്കുകൾ ഒരു സ്ഥലത്തില്ല, രൂപതയിലില്ല, ഒരു സ്ഥലത്ത് ഇവരെ ഏൽപ്പിക്കില്ല. രൂപത ഇതുവരെ ചോദിച്ചിരുന്നില്ലേ, അത് ഇവരെ സംവിധാനത്തിൽ പോവല്ല പൊക്കോട്ടെന്ന് വിചാരിച്ചു. ആരും ഇവിടുന്ന് പരാതി ചെന്ന് പറഞ്ഞിട്ടില്ല, ഇല്ല. അപ്പൊ ആ സംവിധാനത്തിലൂടെ പൊക്കി ഒരു 10-15 തരം റെസീറ്റാണ്. ഇതൊക്കെ ഇപ്പോഴത്തെ ഒരു തലമുറയിലേക്ക് അല്ലെങ്കിൽ വന്നപ്പോ ജനങ്ങൾക്ക് അത് മനസ്സിലായി. കുറച്ചുപേര് ചോദ്യം ചെയ്തു തുടങ്ങി. സാമ്പത്തിക വിഷയം തന്നെയാണ് മെയിൻ. അതായത് ഞങ്ങളെ സംബന്ധിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ നടക്കുന്നത് സാമ്പത്തിക കാര്യ വികാരി. ഇത് ഇത്രയുള്ള ചേട്ടാ, സാമ്പത്തിക വികാരിനെ ഒരാളെ വെച്ചു, ആള് കാര്യങ്ങൾ അന്വേഷിച്ചു തുടങ്ങുന്നു പറഞ്ഞപ്പോ മാത്രം അവിടെ വിഷയം ഉണ്ടായിട്ടുള്ളൂ. അതുവരെ ഒരു വിഷയമില്ലേ. എനിക്ക് വീടുമുണ്ട്, സ്ഥലമുണ്ട്, വലിയ സംവിധാനമുണ്ട്, ഹാള് സംവിധാനമുണ്ട്. വീടില്ലാതെ നിങ്ങളെ ഞാൻ എന്റെ വീട്ടിലേക്ക്, നിങ്ങൾക്ക് വീട്ടിലെങ്കിൽ വന്ന് കിടന്നു എന്ന് പറഞ്ഞ് നിങ്ങളവിടെ വരുന്നു. നിങ്ങൾ 1 മാസം കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ അവിടെ കയറി വീട്ടിലെ അപ്പനാകാൻ ശ്രമിക്കുന്നു. നിങ്ങൾ കയറി ഭരിക്കുന്നു. നിങ്ങൾ എന്നിട്ട് പറയുന്നു നിങ്ങൾ ഭരിക്കുന്നത് ശരിയല്ല, നിങ്ങൾ ഓണറൊക്കെ ശരി, പക്ഷെ ഇച്ചിരൂടെ സാമ്പത്തിക കാര്യങ്ങൾ അച്ചടക്കം വേണം, അതുകൊണ്ട് ഞാനൊരു പുതിയ അപ്പനെ കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഒരുത്തനെ കൊണ്ടുവന്ന് ഒരുത്തനെ കൂടെ അവിടെ വെച്ചു. ഇതല്ലേ അവിടെ നടക്കുന്നത്? ഞങ്ങളുടെ കാര്യങ്ങൾ നോക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യണ്ട? രൂപത പിതാവ് എന്താ ചെയ്യണ്ട? അല്ല, അന്നേരം ഓണർ എന്ന് പറയും, ഡേയ് ഇത്രയൊക്കെ പറ്റൂ, നിനക്ക് വേണം നിന്റെ മാർഗം നോക്കി പോകാൻ. അവര് മാന്യമായിട്ട് അവര് പറഞ്ഞു. ഒരു കാര്യം പറയട്ടെ, അതിന് പറയണ 80% ആൾക്കാർ ഓരോപ്പുണ്ടെന്ന്. ഈ ഇറക്കി വിടണേന്റെ തലേദിവസമെങ്കിലും ഈ 50% ആൾക്കാരെ വിളിച്ചിട്ട് നാളെ ഞങ്ങളെ ഇറക്കി വിടുന്നു, നിങ്ങൾക്കത് ഇവിടെ നിങ്ങൾക്ക് അതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നൊരു വേണ്ടി ചോദിച്ചോടാ. അവരിപ്പോഴും ആരോടും ഇറങ്ങിപ്പോകാൻ പറയുന്നില്ല. മര്യാദയ്ക്ക് ആരാധനയ്ക്ക് കൂടാണ് വരാൻ പോകാം. അത് നാളെ തൊട്ട് ഇടവക സംവിധാനം ഇവിടെ നടക്കില്ല എന്ന് പറയണത് ഇറങ്ങി പോകാനല്ല. അതല്ലെന്ന് കയറി ഭരിക്കും. അതെങ്ങനെ ഭരിക്കാൻ വരുമ്പോഴത്തേക്കും പിന്നെ ഭരിക്കാൻ വന്നു? ആര് പറഞ്ഞു ഭരിക്കാൻ വേണ്ടിയിട്ടാണ്? പിന്നെ ഈ പുത്തൂരൊക്കെ അവിടെ കയറി പുത്തൂരിനെ മോഡറേറ്റർ വികാരി സൂപ്പർ വികാരിയെ കൊണ്ടുവിടുന്നത്. പിതാവിന്റെ ഓർഡറുകൾ കണ്ടു കഴിഞ്ഞാൽ ചേട്ടൻ മനസ്സിലാവും. ആശ്രമത്തിന്റെ എല്ലാ അധികാരങ്ങളും അവൾക്കാണ്. കാറ്റസിന്റെ തൊട്ട് എല്ലാ അധികാരങ്ങളും ആൾക്കാണ്. അതിന്ന് ആളിനെ മാറ്റിയിട്ടില്ലേ? ചക്രമാക്കലച്ചനെയാണ് അതിന്റെ എല്ലാ അധികാരങ്ങളും കൊടുത്തോണ. ആകെ കൂടി മാറ്റിയത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടവക ജനങ്ങളായിട്ട് മിങ്കിൾ ചെയ്യണ പരിപാടി. അതായത് ഇടവക ജനങ്ങളായിട്ട് അല്ല, അതാണ് ആൻഡ്രോസ് ബിഷപ്പിന് കപ്പാസിറ്റി ഉണ്ടെങ്കിൽ വേറെ സ്ഥലം മേടിച്ചു കൊടുത്ത് പള്ളിയും വെച്ച് കൊടുത്തിട്ട് അവിടെ കയറി ഭരിക്കുന്നത്. അത്രേ ഉള്ളൂ. ഞങ്ങൾക്ക് 2 കൊല്ലം സമയം വേണ്ട. ഈ 47 കൊല്ലം നിന്നിട്ട്
അതിനു വേണ്ടി ഒരു സ്ഥലമെങ്കിലും വാങ്ങിച്ചിടാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കി തരണ്ടേ? അതിന് 2 കൊല്ലം ഇത്രയും കയറി ഭരിക്കാനും ഇത്രയും കയറി സാമ്പത്തിക കാര്യ വിദഗ്ധനെയും മോൺസൺ ബാവുകളുടെ കൂട്ടുകാരനെയൊക്കെ ഉള്ള ആളെന്ന് പറഞ്ഞാൽ 2-2.5 കോടി രൂപ നക്കാപ്പിച്ച പൈസ ഒരു 5 സെന്റ് അല്ലെ 10 സെന്റ് സ്ഥലം വെച്ചിട്ടാണെങ്കിലും മേടിച്ച് കൊടുത്തിട്ട് മാറ്റിയിട്ട് കാണിക്കാൻ പറ, ഷോ കാണിക്കാൻ പറ. നിങ്ങളുടെ പിതാവ് കിടന്ന് മറ്റേ ഈ പറഞ്ഞ പോലെ പണി കാണിക്കുക, ആ പണി ഇറക്കരുതെന്ന് പറ. അന്തസ്സുള്ള പിതാവാണെന്നുണ്ടെങ്കിൽ രൂപതയുടെ അധ്യക്ഷനാണെങ്കിൽ ഒരു സെക്കൻഡ് അന്തസ്സുള്ള ആളാണെങ്കിൽ പറ്റാവുന്ന രീതിയിൽ സ്ഥലം മേടിച്ചു കൊടുക്കുക, പള്ളി വെക്കാൻ സഹായിക്കുക, എന്നിട്ട് ഇതാക്കുക. അല്ലാതെ മറ്റേ ഈ പറഞ്ഞ പോലെ ഉണ്ടല്ലോ ഈ പറഞ്ഞ പോലെ അതൊരു ഉടായ്പ പരിപാടി അവരെ കൊണ്ട്. ഞാൻ പറയട്ടെ, ഇവിടെ നടക്കുന്ന ഒരുവിധ പള്ളികളൊക്കെ പണിയണത് എങ്ങനെയാ? മറ്റുള്ള രൂപതകളും അല്ലെങ്കിൽ മറ്റുള്ള ഇടവകളും എല്ലാവരും സഹായിച്ചിട്ടുണ്ട്, എല്ലായിടത്തും പണികൾ നടക്കണ. എവിടെ സഹായിക്കാണ്ടിരിക്കണേ? ഇനി ഇവിടെ നടക്കില്ലേ? ഇവിടെ പള്ളി പണി തുടങ്ങി കഴിഞ്ഞാൽ ഇവിടെ ഫണ്ട് വരണം നോക്കിയ ചേട്ടൻ. ഇപ്പൊ സ്ഥലം വാങ്ങാന്നുള്ള കേസില് അത് ഇങ്ങനെ എത്തിച്ച കാരണമാണ് ഇവിടെ പള്ളിപ്പണി നിസാരമുണ്ടല്ലോ. ഇപ്പൊ ഞാനാണ് രൂപത അധ്യക്ഷനെങ്കിൽ ഞാൻ ചെയ്യുന്ന കാര്യം എന്താ വെച്ചാൽ, ഞാൻ ഇപ്പൊ അത്തരത്തിലൊരു ഡിസ്പ്യൂട്ട് ഉണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ഇപ്പൊ അതിനകത്ത് ഇപ്പൊ 450 പേരിൽ 100 പേരേ ഉള്ളൂ, അവർക്ക് മാറണമെന്നുണ്ടെങ്കിൽ ഓക്കെ നമ്മൾ പറയുന്നു, ഞാനിപ്പോ അവരെ ഇവിടെ ഒരു മീറ്റിംഗ് വിളിച്ച് ഞാൻ അവരോട് സംസാരിക്കുന്നു. ഓക്കെ, നിങ്ങൾക്ക് എന്തുകൊണ്ട് മാറണം? അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഇന്ന കാരണങ്ങൾ കൊണ്ട് മാറണം, ഞങ്ങൾക്ക് ഞങ്ങളുടെ അന്തസ്വഭാവം വലുത്, ഞങ്ങൾക്ക് ഞങ്ങളുടേതായ രീതിയിലൊരു സംവിധാനം വേണം. ഓക്കെ, നമ്മൾ പറഞ്ഞു നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അറിയാം അതിനെങ്ങനെ സ്ഥലം മേടിക്കണം, പള്ളി പണിയണം, ഫണ്ട് എങ്ങനെ. അന്നേരം അവർ പറയുന്നു ഞങ്ങളെ കൊണ്ട് കൂട്ടിയാൽ കൂടുന്ന സാധനം ഇത്ര രൂപ ഉണ്ടാകും. അല്ലെ നമ്മൾ പറയുന്നു നിങ്ങൾക്ക് പറ്റാവുന്ന ഒരു സാധനങ്ങൾ ഐഡന്റിഫൈ ചെയ്യുക, എത്ര ആകും നമുക്ക് നോക്കാം. അന്നേരം അവർ ഇടവക്കാർ അവരുടെ കൊക്കിലൊതുങ്ങുന്ന തരത്തിലുള്ള അത്രയും മാത്രമുള്ള ഒരു 10-40 ഏക്കർ വേണമെന്നുള്ളത് സ്വപ്നമായിരിക്കാം. പക്ഷെ ഇവർക്ക് 25 സെന്റ് സ്ഥലം മേടിക്കാനേ മാർഗമുള്ളെങ്കിൽ ഓക്കെ, 25 സെന്റ് സ്ഥലം ഐഡന്റിഫൈ ചെയ്യുന്നു, മേടിക്കാനുള്ള ഫണ്ടും ആകുന്നു, ബാക്കി ഞങ്ങൾ ഇത്ര ഉണ്ടാക്കാം. അന്നേരം ഞാൻ പറയുന്നു ഞാൻ രൂപതാധ്യക്ഷനെ പറയും, ഒരു കാര്യം ചെയ്യും, നിങ്ങൾ പരമാവധി നോക്ക്, ഞാൻ ഇത്രയും കൂടെ തരാം എന്ന് പറഞ്ഞ് അവരുടെ സപ്പോർട്ട് ചെയ്ത് ഒരു എത്രയും പെട്ടെന്ന് ഒരു സ്ഥലമായി, പള്ളിയായി, ബാക്കി കാര്യങ്ങളായി മനോഹരമായിട്ട് നടത്തുന്നു. ഇത് ഇത്രയും കാണുമ്പോൾ തന്നെ വേറെ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവർ വരും, ഭാവിയിൽ ഇടവക വലുതായി വരും. ഇതാണ് അന്തസ്സുള്ള ഒരു സഭാധ്യക്ഷൻ ചെയ്യേണ്ടത്. അതല്ലാതെ ചുമ്മാ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയിട്ട് മറ്റവന്റെ പിടിച്ചു പറിക്കാൻ നോക്കുന്നത് ശരിയല്ല. ചേട്ടൻ പറഞ്ഞ മാറ്റർ റെഡിയാണ്, അത് തന്നെയാണ് ഇവിടെ ചെയ്യാൻ നോക്കുന്നതും ഞങ്ങളുടെ ഇടവകാരുടെയും സ്വപ്നം തന്നെയാണ്. ഇനി അങ്ങനെ വേണം തന്നെയാണ്, അത് തന്നെ അവിടുത്തെ ചർച്ചയും കാര്യങ്ങളും. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.